സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ഉത്രാട ദിനം, ഓണം. എല്ലാവരും വീട്ടിൽ പോയി സദ്യ ഒരുക്കാനുള്ള ഒരു തിരക്കിലൊക്കെ ആണ്. എങ്കിലും ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ പ്രത്യേകിച്ചും ഒരു ആഘോഷം നമ്മളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വന്ന് അവിടെ നിന്നും ഒരു ഉത്രാട കോടി സ്വീകരിക്കുക. നമുക്ക് ആർക്കും ഇപ്പോൾ വസ്ത്രത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. എങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ നമുക്കത് കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. നിങ്ങളുടെ പരിപാടിയുടെ പേരെന്നെ എന്താ? അച്ഛനും അമ്മയ്ക്കും ഒരു ഓണപ്പുടവ. ഇപ്പോഴത്തെ കാലത്ത് ഓണപ്പുടവയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ അച്ഛൻ അമ്മ എന്നുള്ള ആ സ്ഥാനങ്ങൾക്ക് പ്രമോദേട്ടൻ പറഞ്ഞതുപോലെ അതിനൊരുപാട് മങ്ങലേറ്റിട്ടുണ്ട്. പണ്ടത്തെ ഒരു കെട്ടുറപ്പ് നമ്മുടെ വീടുകൾക്ക് ഇല്ല. അപ്പോൾ ആ കെട്ടുറപ്പിനെ, കൂട്ടായ്മയെ ഒന്നിച്ചു കൊണ്ടുവരാൻ എന്തിനു കഴിയും? ഇങ്ങനെയുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾക്ക് കഴിയും. അവിടെ നിൽക്കേണ്ട, അവിടെ സീറ്റ് ഉണ്ട് കേട്ടോ, 2 സീറ്റ് ഫ്രണ്ടിലുണ്ട്. ഉത്രാടം ഓണപ്പുടവ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമ്മുടെ ക്ഷേത്രം കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം. ഭഗവതി എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്? അതാദ്യം മനസ്സിലാക്കണം. നമ്മളുടെ എല്ലാം ആത്മീയ ജീവിതം തുടങ്ങുമ്പോൾ നമ്മളെ അമ്മ കൈപിടിച്ച് ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുവരിക. ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം പിന്നീടാണ് നമുക്ക് ആധ്യാത്മികമായ അറിവ്, ആത്മജ്ഞാനം കിട്ടുന്നത്. വീട്ടിലമ്മ പറഞ്ഞു തരും. ഈ ഭാഗ്യം ലഭിച്ച് 60 വയസ്സായാലും ഈ വന്ന് തൊഴുതു പോകുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ നിൽക്കുന്നവരാ ഭൂരിപക്ഷം ഹൈന്ദവരും. പിന്നെ എന്ത് വേണം? അവിടെ നിന്നും, ആ ക്ഷേത്ര സങ്കേതത്തിൽ നിന്നും എങ്ങനെ കുറച്ച് ആധ്യാത്മിക അറിവ് നേടാം എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തെ അറിവ് ഭഗവതി ക്ഷേത്രമാണ്. എന്താണ് ഭഗവതി? 6 ഭഗങ്ങൾ ഉള്ളവൾ ഭഗവതി, 6 ഭഗങ്ങൾ ഉള്ളവൻ ഭഗവാൻ. ഇത് രണ്ടുമാണ് നമ്മൾ ആരാധിക്കുന്ന മൂർത്തികൾ. 6 ഭഗങ്ങൾ ഏതൊക്കെയാ? ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, വിജ്ഞാനം, വൈരാഗ്യം. ഇങ്ങനെ 6 ഭഗങ്ങൾ. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഓണാണ്, ഓണത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കഥ ആർക്കും അങ്ങനെ അറിയുന്നുണ്ടാവില്ല. എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരുപാട് കാലം ജീവിച്ച് മരിച്ചു പോകുന്നേ എന്ന ചിന്ത നമ്മളിൽ വരണം. എന്തിനു വേണ്ടിയാണ് ഈ ജന്മം കിട്ടിയത്? എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഈ ചിന്ത മനസ്സിൽ കയറുന്നവരാണ് ഈ കോണി കയറി ഇങ്ങോട്ട് വരുള്ളൂ. ഒരു ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ, എന്നൊന്ന് പോയി നോക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ആരാണ് ഭഗവതി? ഭഗങ്ങൾ ഉള്ളവൾ എന്ന് പറയുമ്പോൾ 6 എണ്ണത്തിൽ ആദ്യത്തേത് ഐശ്വര്യം. നമ്മളെല്ലാം ഭഗവതിമാരാണ്, അല്ലെങ്കിൽ ഭഗവാന്മാരാണ്. ഇതിൻ്റെ ഉള്ളിലാണ് സത്യമായത് ഇരിക്കുന്നതെന്ന് പറയും. അത് ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാം ഒരു വീട്ടിൽ ജനിച്ചു. ഐശ്വര്യമുള്ള ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ഐശ്വര്യമുള്ള ഒരു തറവാട്ടിൽ നമ്മൾ അങ്ങോട്ട് ജനിക്കണം. അല്ലാത്ത വീടാണെങ്കിലോ, ഐശ്വര്യമില്ലാത്ത വീടുകളുണ്ട്.
അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതുപോലെ സമാധാനപരമായി ഒരു ക്ഷേത്ര ദർശനം നടത്താൻ കഴിയില്ല. ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ല. എന്തിന്? ഈ ക്ഷേത്രം എന്ന് പറയുന്ന ആ പടി കാലെടുത്ത് വെക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടില്ല ഐശ്വര്യമുള്ള വീട്ടിലല്ല എന്നുണ്ടെങ്കിൽ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? ഈശ്വരീയമായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് ഐശ്വര്യമുള്ളവർ. ഭഗവതിക്ക് ഐശ്വര്യമുണ്ട്. ഇനി ഐശ്വര്യം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വീര്യം. വീര്യവാനായി വളരണം. ഓരോ വ്യക്തികളും വീര്യവാനായി വളരണം. അപ്പൊ വീര്യം ഉണ്ടാകുമ്പോ വീര്യത്തോടുകൂടി വരുന്നു എന്ന് പറയില്ലേ? വീര്യത്തോടുകൂടി വളർന്ന് വലുതായി പിന്നെന്ത് വേണം? ശ്രീ. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ജോലിയില് പ്രവേശിക്കും. ആ ജോലിയിലൂടെ നമ്മൾ എന്ത് നേടുന്നു? ശ്രീ, സമ്പത്ത് നേടുന്നു. സാമ്പത്തികമായ ഭദ്രത ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടി ശാരീരിക വളർച്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളൊക്കെ ആയി, വലിയ ബംഗ്ലാവ് പോലത്തെ വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് ജീവിതം നടക്കുന്നത്. അങ്ങനെ ഐശ്വര്യത്തോടു കൂടി വീര്യത്തോടു കൂടി ശ്രീ നേടി എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്. ഇപ്പൊ ഒരു വ്യക്തി ഒരുപാട് ധനം സമ്പാദിച്ചു, വലിയ ഒരു ജോലിയിൽ പ്രവേശിച്ചു, അവന്റെ സമ്പത്ത്, യശസ്, കീർത്തി അങ്ങനെ പരന്നുകൊണ്ടേ ഇരിക്കും. ഈ യശസ്, കീർത്തി ഉയർന്നു പോയി നമുക്കതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. സ്വന്തം ജീവിതം അങ്ങനെ ചിന്തിച്ചോളൂ കേട്ടോ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന്. ഇങ്ങനെ നമ്മളെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ IG ആണെന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ മിലിറ്ററിയിലെ ഏറ്റവും വലിയ കേണലാന്ന് കൂട്ടിക്കോളൂ, ഏറ്റവും ഉന്നത സ്ഥാനം എത്തിയാലും അദ്ദേഹത്തിന് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇപ്പോൾ അടുക്കളപ്പണിയാണെങ്കിലും അതിന് റിട്ടയർമെന്റ് ഉണ്ടല്ലേ? മരോള് കയറി വന്ന് കുറച്ചതൊക്കെ കാണിച്ചു കൊടുത്താൽ നമ്മൾ പതുക്കെ റിട്ടയറായി അമ്പലത്തേക്ക് ഇങ്ങോട്ട് പോരുന്നില്ലേ? അതന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതത്തിൽ നിന്നൊരു റിട്ടയർമെന്റ് ഉണ്ട്, പിന്നെ മരണവും. അതുപോലെ ഐശ്വര്യവും വീര്യവും ശ്രീയും യശസ്സും നേടി ആ യശസ്, കീർത്തി എന്നും ഒരുപോലെ നിലനിൽക്കില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാലാണ് വിജ്ഞാനം എന്ന മേഖലയിലേക്ക് നമ്മൾ കയറുക. എന്താ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരുപാട് ജ്ഞാനം കിട്ടുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി പലതും പഠിച്ചു, പല അക്കാദമിക് ക്വാളിഫിക്കേഷനും നേടി, പക്ഷേ ജ്ഞാനം മാത്രമേ ഉള്ളൂ, വിജ്ഞാനം കിട്ടുന്നില്ല. എന്താ ഗീത പറയുന്നത്? ജ്ഞാനം വിജ്ഞാന സഹിതം. ജ്ഞാനം കിട്ടുമ്പോൾ വിജ്ഞാനത്തോടൊപ്പം കിട്ടണം. എന്താ വിജ്ഞാനവും ജ്ഞാനവും തമ്മിലുള്ള പ്രത്യേകത? ഒന്ന് അറിവും മറ്റൊന്ന് തിരിച്ചറിവുമാണ്. എന്താ തിരിച്ചറിയേണ്ടത്? അതാണ് ആദ്യം പറഞ്ഞത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജനിച്ച് ആഴ്ചയ്ക്ക് ഒരു ദിവസം ദേ അമ്പലത്തിൽ ഓടി വന്ന് തൊഴുത് നമസ്കരിച്ചു, വീണ്ടും ദേ ഈ റിപ്പീറ്റേഷനാണ് കുറച്ചു കാലം കഴിഞ്ഞ ജീവിതം. ഇതെന്തിനു വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ എങ്ങോട്ട് വരും? വിജ്ഞാനം നേടി അവസാനം വൈരാഗ്യത്തിലേക്ക് വരും. അപ്പൊ ആരാ ഭഗവതി? നമ്മൾ തന്നെ. നമ്മളെല്ലാം ഈ വിജ്ഞാനം നേടിക്കഴിഞ്ഞാൽ വൈരാഗ്യം ഉള്ളവരായി മാറും. വിരാഗം വിജ്ഞാന വൈരാഗ്യം നേടുന്നതിനെ കുറിച്ച് ഭാഗവതം വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ജ്ഞാനം, വിജ്ഞാനം, ഈ അറിവ് നിറഞ്ഞു തുളുമ്പിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായി മാറും? സത്സംഗത്വേ നിസ്സംഗത്വം, വൈരാഗ്യം ഉള്ളവരായി മാറും. നാളെ ഒരു അമ്മ ചോദിച്ചു, ടീച്ചർ കുറേ തവണ ഈ വൈരാഗ്യം പറഞ്ഞു, വൈരാഗ്യം ഉണ്ടാവാൻ പാടുണ്ടോ? അയൽവാസിനോടൊക്കെ ഭയങ്കര വൈരാഗ്യമാണ് എനിക്ക്. അപ്പോൾ ആ വൈരാഗ്യമല്ല ഇത്. എന്തിനോടാ വൈരാഗ്യം വേണ്ടത്? നമ്മൾ ജീവിതം കുറേ കാലം അങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണോ? ഇതിൽ സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെയാണോ? ശരീരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ ശരീരം ആകുന്ന രഥം നമ്മൾ ജീവിത രഥയാത്രയിലാണ്. ഈ ജീവിത രഥയാത്ര അവസാനിക്കണം. അതിനൊരു ലക്ഷ്യം വേണം, അല്ലേ? ഏതൊരു യാത്ര പോകണമെങ്കിലും, ദൂരയാത്രയാണെങ്കിൽ നമുക്കൊരു വാഹനം വേണം. ആ വാഹനത്തിന് തുല്യമാണ് നമ്മുടെ ശരീരം. അപ്പൊ ഇതിലെ ഡ്രൈവർ ആരാ? ആ ഗീതയുടെ മുകളിൽ കണ്ടിട്ടില്ലേ? 5 കുതിരകളെ തെളിച്ചു കൊണ്ട് ഭഗവാൻ ആ ചമ്മട്ടിയും പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോ പിറകിൽ ആരാ? അർജുനൻ പറയാണ്, ഹേ കൃഷ്ണ, എനിക്ക് വെയ്യാട്ടോ, ഗാണ്ഡീവം ശ്രംസദേ ഹസ്താൽ, ദേ കൊഴിഞ്ഞു പോണു, എനിക്കിതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അതുപോലെ പരാതി പറയുന്ന ഒരു ജീവാത്മാവാണ് നമ്മള്. നമ്മുടെ മുന്നിൽ ആരുണ്ട്? പരമാത്മാവായി കൃഷ്ണൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ തെളിച്ചുകൊണ്ട് അങ്ങനെ നടക്കുക. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ?
ഇന്ദ്രിയങ്ങൾ? ആ 5 ഇന്ദ്രിയങ്ങൾ നമ്മുടെ മുഖത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്താ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ ഇന്ദ്രിയങ്ങളെ കുറിച്ച് വിശദമായിട്ട് ആദ്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ചിലരൊക്കെ പ്രഭാഷണ വേദിയിൽ എത്തുന്നത്. ചിലർ 10ഉം 15ഉം പ്രഭാഷണം കേട്ട് കഴിഞ്ഞവരായിരിക്കും. ഈ വേറെ ഏതൊരു പരിപാടിയും കാണും പോലെയല്ല, ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ പകർത്താം എന്ന് നമ്മൾ ചിന്തിക്കുക. ചിദാനന്ദപുരി സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാ ചിന്തിക്കുക. നമ്മൾ എന്ത് ചിന്തിക്കണം? എപ്പോഴും നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചു ജീവിക്കുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്ത കയറുമ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കും? ആചാര്യസ്വാമി പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക? ഇതിന് 4 പുറമുള്ളവരെ ഏതെങ്കിലും ഒരു ക്ഷേത്രമല്ലേ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഓടിപ്പോയി തൊഴുതു പോരാലോ. അപ്പൊ ഇവിടെ വരും നമ്മൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം. അങ്ങനെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഉണ്ടാകുമ്പോൾ അതിനാണ് ഉപാസന എന്ന് പറയുക. ചിലരോട് ഞാൻ പറയും ഒരു ഉപാസനയൊക്കെ വേണം. അപ്പോൾ എന്താ ടീച്ചറെ ഈ ഉപാസന? അറിയില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതന്നെയാണ് ഉപാസന. നമുക്ക് പേടിയാ, അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ടാവോ അല്ലെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യനായി ജന്മം കിട്ടണമെങ്കിൽ നിരവധി ജന്മങ്ങളുടെ സുഹൃതം വേണം. അങ്ങനെ സുഹൃതം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് ജനിക്കുന്നു. നമുക്ക് തോന്നും ഞാനൊക്കെ ആര് ഇന്നെ ആകെ, നമ്മൾ സ്വന്തം ചിന്തിച്ചാൽ നമ്മൾ അറിയുന്ന ഒരു 100 ആളൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ലേ? ചിലപ്പോൾ 100 പേരും ഉണ്ടാവില്ല നമ്മളെ അറിയുന്നവര്. ആ അറിയുന്ന 10ഓ 20ഓ ആളെ പേടിച്ചിട്ടാണ് നമ്മളൊന്നും ചെയ്യാതെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ തന്നെ കൂടുന്നത്. ഇപ്പൊ കവിത എഴുതുന്ന ഒരു ചേച്ചി എന്നെ അറിയുന്നതാ. അവരിപ്പോ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു മെസ്സേജ്, ആ ടീച്ചറെ ഇപ്പോഴാണ് ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചത്തേക്ക് ഇറങ്ങി വന്നത്. അവരിപ്പോ വലിയ കവയത്രിയൊക്കെ ആയി അറിയപ്പെട്ടു. കവിതാ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനൊക്കെ പോയി വന്നു. അതിനുശേഷം പറഞ്ഞ വാക്കുകളാ. ഈ വീടിനുള്ളിൽ അങ്ങനെ തളച്ചിടുന്നതിനപ്പുറം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിന്ന് ആ പുറന്തോട് പൊട്ടിച്ച് ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് വരണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുള്ളതെന്ന് ഞാൻ അന്വേഷിച്ചു. ഇവിടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട്, അതന്നെ മതി. അവിടെ തന്നെ നിന്നാ മതിയോ? പോരാ. ഇനിയും എന്താ വേദം ഉപനിഷത്തുക്കൾ പറയുന്നത്? നേതി അല്ല, ഇനിയും മുന്നോട്ട്. ഗുരുവായൂരിന് ചെന്നാൽ എന്താ പറയാ? മുന്നോട്ട്. ഇവിടെ നിൽക്കണ്ട, ഇവിടെ തന്നെ അല്ല എന്നല്ലേ? അതാണ് പറയുന്നത്. വേഗം പോയിക്കോളൂ, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന്. നമുക്കത് ഇഷ്ടമല്ല. അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ 1 മണിക്കൂർ അവിടെ നമ്മൾ നിൽക്കൂലേ? കൃഷ്ണനെ കണ്ടാൽ മതിയാവലില്ല. ഇവിടെ ആരും തിരക്കാനില്ല. എന്തേലും വില ഉണ്ടോ? ഇവിടെ വന്നാ അവിടെ നിൽക്കണേന്റെ ഓടണല്ലേ? വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം പണിയാ. ഇതന്നെയാ ചിന്ത. ഈ ലൗകികത്തിൽ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു, ഈ ഗൃഹമാകുന്ന അന്തകൂപത്തിൽ പൊട്ടക്കിണറ്റിൽ അങ്ങനെ വീണു ഒരു പശുവിനെ പോലെ. കുറ്റിയടിച്ച് കെട്ടിയ പശു അവിടെ നിന്ന് തിരിയും. നിങ്ങളുടെ ജീവിതം ആലോചിച്ച് നോക്കൂ. രാവിലെ എഴുന്നേറ്റാല് നേരെ ഓടും കുളിമുറി കഴിഞ്ഞത് കിച്ചൺ എന്ന് നേരെ തളം, അത് കഴിഞ്ഞ് ഉമ്മറത്ത് വരെ ഒരു പൂവിടും. ഇതല്ലേ ഇപ്പൊ ഇന്നത്തെ ദിവസം ഉണ്ടായത്? ഇങ്ങനെ നിന്ന് തിരിയ. ഇതിനിടയ്ക്ക് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താ ജീവിത ലക്ഷ്യം? കുറെ സമയമായി ടീച്ചർ പറയുന്നു ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണമെന്നില്ലേ? ഈ വാഹനം ശരീരം ഓടുമ്പോൾ അതിനൊരു ലക്ഷ്യം വേണം. എന്താ ലക്ഷ്യം? ആത്മസാക്ഷാത്കാരം. എന്താ അങ്ങനെ പറഞ്ഞ? ആത്മീയമായി നമുക്ക് എങ്ങനെ ഉയരാൻ കഴിയും? ഗീതയില് ഭഗവാൻ പറയുന്ന ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരേവച. ഇതെന്താ പറയുന്നേ? ഉദ്ധരേതാത്മനാത്മാനം, അത് മാത്രം എടുത്താൽ മതി. നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഉയർത്തണം, അതിനെ അധപ്പതിപ്പിക്കരുത്. ഇനി നിങ്ങൾ അത് അധപ്പതിപ്പിക്കുകയാണെങ്കിലോ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു. നമ്മുടെ വിചാരം എന്താ? ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ കഴിക്കല്ലേ? വഴിപാടിനെ കുറിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി. ഞാൻ 4 അമ്പലം പോയപ്പോൾ എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയത് ആ 4ാമത്തെ അമ്പലത്തിൽ ചെന്നപ്പോഴാണ്. ശത്രുഘ്നനായതുകൊണ്ട് അവർ ഇതന്നെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക, ശത്രു സംഹാര പുഷ്പാഞ്ജലി. കൗണ്ടർ ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ കൂടെ പോവാണ്. ക്യൂ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ ശത്രു ആരാ? ചേച്ചി ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കൂ. ഞാൻ പറഞ്ഞു എനിക്ക് ശത്രു ഇല്ല.
അങ്ങനെയാണോ? അങ്ങനെയല്ല ചേച്ചി, ഈ സുദർശനം അവിടെ കൊണ്ടുപോയി വെച്ചാൽ കഴിഞ്ഞാലേ സുദർശനം കൊണ്ടാണല്ലോ ഭഗവാൻ ടകടകടകടക അരിഞ്ഞു വീഴ്ത്താണ്. സുദർശനാണ്. എന്താ സുദർശനം എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ദർശനം, കണ്ണ്, കാഴ്ച നല്ലതിലേക്ക് പോകട്ടെ. സുദർശനം. ചിലർ പറയും ഞങ്ങളുടെ പ്ലാമന്തോളുണ്ട് ഒരു സു കുടുംബം. എന്താണോ? എല്ലാവരുടെ പേരും സൂല തുടങ്ങണം. ഇവിടെ ഉണ്ടാവും സൂകാരില്ലേ, സുലോചന എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സുദർശനം കൊണ്ട് എരിഞ്ഞു വീഴ്ത്താൻ മാത്രമല്ല നമ്മളെ അനുഗ്രഹിക്കുക. നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹം പറയാൻ എന്താ കാരണം? സുദർശനാകുന്നത്. അത് കണ്ടാൽ പിന്നെ മരണം ഉറപ്പാ. രക്ഷപ്പെട്ടില്ലേ? ദുരിതങ്ങളെല്ലാം തീർന്നില്ലേ? ഒരു 50 വയസ്സുണ്ട് കഴിഞ്ഞവരോട് ചോദിച്ചു നോക്കുകൊണ്ടു. പിന്നെ അവരിങ്ങനെ ഇഴഞ്ഞ് നീങ്ങി അല്ലെ? ആഫ്റ്റർ റിട്ടയർമെന്റ് ലൈഫ് ഒന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ. അയ്യോ ടീച്ചറെ വയ്യ, പുറത്ത് പോകുമ്പോൾ വേണ്ടതെല്ലാം വാങ്ങായിരുന്നു, ഇപ്പൊ മക്കളോട് അങ്ങനെ പറയണം. പണ്ടിൻ്റെ അമ്മ പറയും മക്കള് സഹായിക്കുന്നവരില്ല എന്നല്ല കേട്ടോ, ഇപ്പോഴത്തെ ലോകത്തിനെ പൊതുവായിട്ട് പറയാം, മക്കച്ചോറ് മരണച്ചോറാണ് നിൻ്റെ അമ്മ പറയും. കാരണം ഞാൻ 1-ാം ക്ലാസ്സിലാകുമ്പോൾ അച്ഛൻ മരിച്ചു, ഞങ്ങൾ 8 ആണും ഒരു പെണ്ണും. അപ്പോൾ പിന്നെ എല്ലാത്തിനും അമ്മ ആരെ ആശ്രയിക്കാം? മക്കളെ ആശ്രയിച്ച് കാണും. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞു കാണുക. അങ്ങനെ മാതാപിതാക്കളെ മടുപ്പിക്കാത്ത ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ അത് ആത്മീയ വിദ്യാഭ്യാസം ഉള്ളവരാ. അല്ലാത്തവരുണ്ടല്ലോ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കും, ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റിക്കാണും. പക്ഷേ ഈ ലോകത്തിൽ നമുക്ക് ഒരിക്കലും കടം തീർക്കാൻ കഴിയാത്ത, എല്ലാവരുടെ കടവും നമുക്ക് തീർക്കാല്ലേ, 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയാണ്. അവരുടെ കടം വീട്ടാൻ കഴിയുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരു ചിന്ത വന്നാൽ ഒരിക്കലും അമ്മയെയോ അച്ഛനെയോ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യില്ല, വിഷമിപ്പിക്കില്ല. ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ കാരണം? ആത്മീയ സംസ്കാരം ഇല്ല. അതന്നെ കാരണം എന്ന് മനസ്സിലാക്കുക. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് ആത്മീയ ഗുരു എന്ന് പറഞ്ഞൊരു സ്ഥാപനമോ ഒന്നും ഇല്ല. ഈ അമ്പലത്തിൽ വരുമ്പോൾ എന്താ കാണുന്നത്? അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം കേട്ടോ. ആകെ നമ്മൾ വരുമ്പോൾ ആത്മീയ സംസ്കാരത്തിന് ഉയർച്ചയ്ക്ക് കിട്ടുന്നത് ഒരു ക്ഷേത്രത്തിൽ വന്നാൽ അവിടെ ഒരു ആരുണ്ടായിരിക്കും? വഴിപാടൊക്കെ നമ്മളുടെ നടത്തി അർച്ചനയൊക്കെ നടത്തുന്ന ഒരു പൂജാരി, എന്താ പറയുക, അദ്ദേഹത്തിന് ശാന്തിക്കാരൻ എന്ന് പറയും. ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന് പറഞ്ഞാൽ ആ പ്രതിഷ്ഠാമൂർത്തിയുടെ അമ്മയുടെ സ്ഥാനം. എന്താ അങ്ങനെ പറയുന്നത്? അമ്മയാണ് നമ്മളതിനെ കുളിപ്പിച്ച് പാവാടയൊക്കെ ചുറ്റി ഒരുക്കുന്നത് അല്ലേ, നമുക്ക് ഭക്ഷണം തരുന്നത്. ഇവിടെ ഭഗവതിക്ക് ഒരുക്കുമാനങ്ങൾ നടത്തി നേദ്യം സമർപ്പിക്കുന്നത് ആരാ? ശാന്തിക്കാരനല്ലേ. ശാന്തിക്കാരൻ്റെ പ്രത്യേകത എന്താ? നമ്മളൊരു ക്ഷേത്രത്തിക്ക് ആത്മീയ ഉന്നതിക്ക് വേണ്ടി അമ്മയുടെ കയ്യും പിടിച്ച് കയറി വന്നാൽ ആദ്യം അറിയേണ്ട ആ പാഠങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും അറിഞ്ഞ് ആരാധിക്കണം എന്നാ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അറിഞ്ഞ് ആരാധിക്കണം. അറിവില്ലായ്മ കൊണ്ട് നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടരുത്. അതായത് ഈ ജന്മം കുറേ ജന്മങ്ങൾക്ക് ശേഷം പൂച്ചയായി, പട്ടിയായി, പഴുതാരയായി, അവസാനം സുഹൃതം കൊണ്ട് മനുഷ്യനായി കിട്ടിയതാ. ആത്മീയതയ്ക്ക് വേണ്ടി അമ്മ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ ആദ്യം കാണുന്ന വ്യക്തിയാണ് ഈ ശാന്തിക്കാരൻ എന്ന് പറയുന്നത്. ആ ശാന്തിക്കാരൻ്റെ പ്രത്യേകത എന്താ? ആദ്യം ശാന്തിക്കാരൻ പ്രതിഷ്ഠാമൂർത്തിയുടെ അമ്മയുടെ സ്ഥാനത്താണ്. മറ്റൊന്ന്, ഈ ശാന്തിക്കാരൻ എന്ന പേര് തന്നെ എങ്ങനെയാ വന്നതെന്നറിയോ? വേദമന്ത്രങ്ങൾ പഠിച്ച് മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത് മന്ത്രദീക്ഷ നിലനിർത്തുന്ന വ്യക്തിയാണ് ശാന്തിക്കാരൻ. അതുകൊണ്ട് തന്നെ ആ മനസ്സിന് ശാന്തി വന്ന വ്യക്തിയെ ശാന്തിയായിട്ട് ഒരു അമ്പലത്തിൽ വരുന്നുള്ളൂ. അദ്ദേഹം പലതരം ആൾക്കാർ അവിടെ വന്നു പോകുന്നത് കാണും, പലതരത്തിൽ തൊഴുത് നമസ്കരിക്കുന്നത് കാണും. എല്ലാം ശാന്തമായി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ശാന്തിക്കാരനും പ്രതിഷ്ഠാമൂർത്തിയും എന്താ എന്ന് മനസ്സിലാക്കുക. അപ്പം എന്താ പ്രതിഷ്ഠാമൂർത്തി, എന്താണ് ക്ഷേത്രം, അത് മനസ്സിലാക്കണം. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര, എല്ലാ ക്ഷയത്തിൽ നിന്നും ഉയർത്താൻ കഴിവുള്ളതാണ് ക്ഷേത്രങ്ങൾ. നമുക്ക് എന്ത് ക്ഷയമുള്ളത്? നമുക്ക് ഒരുപാട് ഭൗതിക ക്ഷയങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ. രണ്ടാമത്തേത് പറയുമ്പോൾ ആത്മീയമായ ക്ഷയം. എന്താ ആത്മീയ ക്ഷയം? കഴിഞ്ഞ ആഴ്ച നാമം ചൊല്ലിയതാ, ഇന്നലെ ചൊല്ലാൻ പറ്റിയില്ല, മിഞ്ഞാന്നും ചൊല്ലാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പറയും. ഉപാസന മുടക്കരുത് എന്ന, എന്നും ഒരേ സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ഏതെങ്കിലും, ഇപ്പോൾ അമ്മയാവും നിങ്ങളുടെ മനസ്സിൽ
മനസ്സിൽ ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കണം. ആ മൂർത്തിയുടെ 108 നാമം ദിവസേന ഒരു സമയത്ത് ചൊല്ലി നോക്കൂ. ആ വീട്ടിൽ തന്നെ, ആ വീട്ടിലെ വ്യക്തികൾക്ക് തന്നെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നറിയോ, ഇപ്പൊ കുട്ടികളെ നിങ്ങൾ രാവിലെ വിളിച്ചു നോക്കൂ, അമ്പലത്തേക്ക് പോകാൻ പോരെ. ഒത്തിരി എവിടുന്നേലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പറയും, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നില്ലേ അമ്മ ഭഗവാൻ. അതെ അമ്മയിലെ കഴിഞ്ഞ ദിവസം ഭാഗവതത്തിൽ വായിച്ചത് എന്താ? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. സർവഭൂതങ്ങളിലുണ്ട്, ഈ പ്രപഞ്ചത്തിൽ സർവ്വവ്യാപിയാണ്. പിന്നെ ഇപ്പൊ എന്തിനാ അമ്പലത്തേക്ക് പോണേ? മുഖത്ത് കൂടെ ഓടും, പുതപ്പൊന്നും കൂടി ഇല്ലേ? അങ്ങനെ വിചാരിക്കും കുട്ടികൾ. അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അമ്മമാർക്ക് കഴിയണം, അച്ഛന് കഴിയണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. പക്ഷേ നമ്മുടെ പൂർവികർ ഈ പ്രപഞ്ചത്തിലെ ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു കേന്ദ്രത്തിലേക്ക്, ആ ചൈതന്യത്തെ ഒരു കേന്ദ്രത്തിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തിയതാണ് ആ മൂർത്തിയാണ് ആ ക്ഷേത്രത്തിലുള്ളത്. അതിന് ശക്തി കൂടും. നമ്മുടെ പൂർവികർ അത്രയും കുശാഗ്ര ബുദ്ധി ഉള്ളവരായിരുന്നു. അവർക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ട്. അപ്പൊ ആ ശക്തിയെ അവിടെ ഇവിടെയും പോയിട്ടാണോ ആരാധിക്കേണ്ടത്? അല്ല, ആ ചൈതന്യത്തെ ആവാഹിച്ചെടുത്ത് ഒരു ബിംബത്തിലേക്ക്, ആ മൂർത്തിയിലേക്ക് അങ്ങോട്ട് കേന്ദ്രീകരിച്ചു വെച്ചു. അതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ക്ഷേത്രം, അപ്പൊ നിങ്ങൾ അവിടുന്ന് കയറി വരുമ്പോ ഗോപുരവും കവാടവും ഇതൊക്കെ ആയിട്ട് കയറി വന്നില്ലേ, അതൊക്കെ എന്താ? സ്ഥൂലമായ ആ വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരം. അപ്പൊ ഈ ബിംബം, വിഗ്രഹം എന്ന് പറയുന്നതോ നമ്മുടെ ഈ ശരീരത്തിന് ഉള്ളിൽ ഒരു ജീവാത്മാവുണ്ട്. അതുപോലെയാണ് ആ വിഗ്രഹം. അതിലേക്ക് എന്തിനെ ആവാഹിച്ചു വെച്ചിരിക്കുന്നു? ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ചു വെച്ചിരിക്കുന്നു. ഇത്രയും മനസ്സിലാക്കണം ക്ഷേത്രത്തിൽ വരുമ്പോൾ. ഇനി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗങ്ങളുണ്ട് ക്ഷേത്രത്തിന്. ഒരു ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി മലർന്നങ്ങട് കടന്ന ശ്രീലകം ഭഗവതിയുടെ തലയാണ്. അതാണ് അമ്പലത്തിൽ വന്ന ഓട്ടപ്രദക്ഷിണ അരുത് എന്ന് പറയുന്നത്. ബലിക്കല്ല് വായാണ്. വലിയ ബലിക്കല്ല് എന്ന് പറഞ്ഞാൽ ആ പ്രതിഷ്ഠയ്ക്ക് തുല്യാണ്. ഭഗവതിയുടെ അരക്കെട്ടാണ്. പിന്നെ നിങ്ങൾ കൊടി കയറ്റാറില്ലേ? കൊടിമരം എന്ന് പറഞ്ഞ ഭഗവതിയുടെ നട്ടെല്ലാണ്. ഈ പ്രദക്ഷിണ പാത, ചുറ്റുപാത എന്ന് പറയുന്നത് ഭഗവതിയുടെ കാലുകളാണ്. ഗോപുരം, വലിയ മഹാക്ഷേത്രങ്ങൾക്കൊക്കെ എന്തുണ്ടായിരിക്കും? ഒരു മതില്, ചുറ്റുമതിൽ. അതിന് മര്യാദ എന്നാണ് പറയുക. അത് ഈ ഗോപുരം, ക്ഷേത്ര ഗോപുരത്തേക്ക് കടന്നു കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെരുപ്പ് ഉപേക്ഷിക്കും, ഷർട്ടൊക്കെ മാറ്റൂലേ? അപ്പം അതിനൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? പണ്ട് നമ്മുടെ പൂർവികർ ചെയ്തതിൻ്റെ പിറകിലെല്ലാം സയൻസ് ഉണ്ട്, അതിനർത്ഥങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങൾ നമുക്കുണ്ട്. ഷർട്ട് ഊരണ്ടാന്നൊരു വ്യാഖ്യാനം കുറേ ആയില്ലേ കേൾക്കണു. എന്തിനാ ഷർട്ട് ഊരണേ? ശ്രീലകത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാർ വന്നിട്ട് പറയും, അയ്യോ നടടച്ച് നിൽക്കല്ലേ, 2 സൈഡിലും നിൽക്കേട്ടോ. എന്തിനാ അങ്ങനെ പറയണേ? അപ്പം ചിലർക്ക് ദേഷ്യം, ഇങ്ങനൊരു നോട്ടം അങ്ങനെ നോക്കും. കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാലല്ലോ ക്ഷേത്ര ഉപാസകരാ, അവർക്ക് ആരും ശമ്പളം കൊടുക്കുന്നില്ല. അവരുടെ ഉപാസന സേവനാണ്. എന്നിട്ട് അവരുടെ ഡ്യൂട്ടിയാന്നുള്ള മാതിരിയാ പലരും വിളിച്ച് പറയുക. 2 സൈഡിലായി നിൽക്കുന്നതേ. ഈ ഭഗവതിയുടെ ശ്രീലകത്തിന് വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോൾ ആ ബിംബത്തിലെ ചൈതന്യം പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് വഴിഞ്ഞൊഴുകും. ആ സമയത്ത് ശ്രീലകത്തുനിന്ന് പുറത്തേക്ക് ചൈതന്യം വരുമ്പോൾ അത് സർപ്പിൾ ആകൃതിയിലാണ്, സിക്സാഗ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. നടുവിൽ നിൽക്കുന്നവന് കിട്ടില്ല. അതുകൊണ്ട് ആ 2 സൈഡിൽ നിന്ന് തൊഴണം എന്ന് പറയും. ഈ ചൈതന്യത്തെ തലകൊണ്ട് ആവാഹിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. പുരുഷന്മാർക്ക് അത് ശരീരം കൊണ്ടേ ആവാഹിക്കാൻ കഴിയൂ. അതിനാ ഷർട്ട് ഊരണം എന്ന് പറഞ്ഞേ. ഇത്രയും കാര്യം പോലും നമുക്കറിയാതെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ അസുഖമുള്ളവരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതെന്താണ് എന്നുള്ള തത്വം മനസ്സിലാക്കുക. ഇനി ക്ഷേത്രത്തിലെ പൂജാരി കഴിഞ്ഞാൽ കാണുന്ന മറ്റൊരാളാണ് നമ്മളുടെ കഴകം, അടിച്ചു തളിക്കാൻ വരുന്ന സ്ത്രീ. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയോ? ആ സ്ത്രീനെ. എത്ര ഈ തിരുമേനി വരണമെങ്കിൽ ആരടിച്ചു തളിക്കണം? ഈ അടിച്ചു തളിക്കുന്ന കഴകം ചേച്ചി വന്നിട്ട് അടിച്ചു തളിക്കണം. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആരെയാ? ഗോപികമാരെയാണ്. അത്ര അക്ഷരാഭ്യാസം ഇല്ലാത്ത ഗോപികമാര്. നകലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃ. ഹേ കൃഷ്ണ, അങ്ങേ യശോദയുടെ അല്ല, ദേവകിയുടെ അല്ല, അഖില ദേഹിനാം അന്തരാത്മദൃക്, അഖില ദേഹികളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലെ എന്താണ്? ആത്മാവാണ്. അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ ഭഗവാനെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ചില അമ്മമാർ പറയും, അയ്യോ ടീച്ചറെ എനിക്ക് കണ്ണ് കാണില്ല, വായിക്കാനൊന്നും വെയ്യാട്ടോ. വേണ്ട, വായിക്കണ്ട. വായിക്കണത് കേട്ടുവിടാന്ന് ഇരിക്കാലോ, സപ്പോർട്ട് ചെയ്യാലോ. ഒപ്പം 4 കയ്യൊക്കെ അങ്ങോട്ട് അടിച്ചിട്ടില്ലേ.
മുടിയഴിച്ചാടിവാ മുല്ലപ്പൂ ചൂടിവാ മുക്കണ്ണൻ തിരുമകളേ ദേവി മുക്കണ്ണൻ തിരുമകളേ. ഇത്രയും ഭജനക്കാർ പാടുമ്പോൾ നമുക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇത് ചൊല്ലിക്കൂടെ? അതിന് കണ്ണ് കാണണ്ടല്ലോ. അപ്പൊ മുത്തശ്ശിക്ക് സന്തോഷമായി. പിറ്റേ ദിവസം ഭജന തുടങ്ങുമ്പോഴേക്കും അവിടെ വന്നിരുന്ന് കൈയടിച്ച് അങ്ങനെ ലയിച്ച്. ഭജന ചൊല്ലുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരങ്ങനെ കൈയടിച്ച് താളം ലയിച്ച് ശരീരമൊക്കെ ആടി സർവം മറന്ന് ഒരു പ്രഭാഷണ വേദിയിൽ ഇരിക്കും പോലെ ആത്മാവായി മാറും. ശരീരത്തെ മറക്കും. ചിലർ പറയും അയ്യോ ടീച്ചറെ ഇരിക്കാനൊന്നും വയ്യ, ഞാൻ ഇടയ്ക്കൊന്ന് എഴുന്നേൽക്കൂട്ടോ. 2.5 മണിക്കൂറായാലും അവർ എഴുന്നേൽക്കില്ല, ഇരിപ്പടി ഇരിക്കും. അതെന്താ? നമ്മൾ ശരീരത്തെയും മാനസികമായ വേദനകളെയും ഒക്കെ മറക്കും ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതാണ് സത്സംഗത്തിനുള്ള പ്രത്യേകത. അതുകൊണ്ട് അടിച്ചു തളിക്കാരി മോശക്കാരി അല്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടം അവരെയാ. അതും കഴിഞ്ഞാൽ നമ്മൾ ചീട്ടാക്കാൻ വരുമ്പോൾ അവിടെ കുറച്ച് ആളെ കാണും ഓഫീസിലില്ലേ, അവരും ശമ്പളക്കാരാ. പിന്നെ ആരാ ശമ്പളക്കാരല്ലാത്തത്? നമ്മൾ പറയില്ലേ കമ്മിയുടെ കാര്യം പറയുമ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അവരെ കമ്മിറ്റി എന്ന് വിളിച്ചത്. അവർ ശരിക്കും കമ്മിറ്റിയല്ല, ക്ഷേത്ര ഉപാസകരാ. അവര് ക്ഷേത്രത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് കമ്മിറ്റിക്കാര്. അപ്പൊ അവരെ നമ്മൾ ബഹുമാനിക്കണം. ഒരു ജന്മം കിട്ടിയിട്ട് എന്തെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുന്നു, അവസാനം വെള്ളത്തിൽ വരച്ചതുപോലെ മക്കൾ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു നിമിഷം വരും. ചിലപ്പോൾ വന്നില്ല എന്ന് വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തിലേക്ക് ഇറങ്ങണം. ക്ഷേത്ര സങ്കേതങ്ങളിൽ വന്ന് ആ ക്ഷേത്രത്തിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം അതാണ് എന്ന് കൂട്ടിക്കോളൂ. ഇവിടെ ഇപ്പോൾ പണികളൊക്കെ തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, നമുക്കിവിടെ വന്ന് ആരാധിച്ചാൽ മാത്രം മതി. പിന്നെ എന്താ വേണ്ടേ? ഇതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോണ്ടേ? നമ്മൾ പറയും വിളക്ക് ഇപ്പം എന്തിനാ വെക്കണേ? ഭഗവാന് നമ്മളാണോ തിരിവെച്ച് കൊടുക്കേണ്ടത്? അതൊക്കെ ഇവരുടെ സൂത്ര. ചിലരിനോട് പറയുന്നതാ ഈ നിരീശ്വരവാദികളുണ്ടല്ലോ, അതിലുണ്ട് ഒരു ഈശ്വരൻ എന്ന് മനസ്സിലാക്കുക. അവസാനം അവരും വിളിക്കും ഭഗവാനേന്ന്. ആ വിളക്ക് എന്തിനാ വെക്കണേ? എല്ലാം തത്വം അറിഞ്ഞിട്ട് വേണം. നിങ്ങളിപ്പോൾ അവിടെ വന്നിട്ട് എണ്ണയൊക്കെ ചീട്ടാക്കിയില്ലേ, നെയ്യ് വിളക്ക് ചീട്ടാക്കിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? പുഷ്പാഞ്ജലി. പുഷ്പം എന്ന് പറഞ്ഞാൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ക്ഷേത്രത്തിന് നടക്കിൽ അവിടെ ചെന്ന് നിന്നു. ഇനിയും എനിക്കറിയണം, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. ആ സമയത്ത് തിരുമേനി അവിടെ എന്താ ചെയ്യുന്നത്? പുഷ്പം എടുത്തിട്ട് നമ്മൾ പുഷ്പാഞ്ജലി കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ പുഷ്പാഞ്ജലി? ആയുരാരോഗ്യ സൗഖ്യത്തിനാ. അത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് പുഷ്പാഞ്ജലി കഴിക്കാൻ കഴിയൂ. ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ആകാശത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് പുഷ്പത്തെ അങ്ങനെ അർച്ചിക്കുന്നത്. കൈക്കുടന്നയിൽ ഒരു പൂക്കൾ, അതാണ് പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ. ഇങ്ങനെ തിരുമേനി എന്തെല്ലാം എടുത്ത് പൂജിക്കുന്നു എന്ന് നോക്കുക. പൂർവികർ തീരുമാനിച്ചു പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം. ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഇതിന് ജീവനുണ്ടോ? അപ്പോൾ നമ്മുടെ കൈയിൻ്റെ വിരൽ നോക്കിക്കോളൂ, ഇത് ചെറുവിരലാ. ഇതാണ് ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തത്. രണ്ടാമത്തത് ജലം. തുളസി തീർത്ഥം കുടിക്കുമ്പോൾ ഈ വിരലല്ലേ വെള്ളത്തിലിട്ടിട്ട് പ്രാർത്ഥിക്കുക. ജലത്തെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാമത്തതാണ് ഉയർന്നു നിൽക്കുന്ന അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. നാലാമത്തത് വായു. അഞ്ചാമത്തത് ആകാശം സർവസാക്ഷിയായി നിൽക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ചും ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും അവിടെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? മരിച്ചു ചെല്ലുമ്പോൾ ഇവൻ ഇനി മുകളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കണോ? എന്താ മുകളിലേക്ക്? ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ താന്ന ജാതിയിൽ അത്ര ആത്മീയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത വീട്ടിൽ ജനിച്ചിട്ടുണ്ടാവും. ഇനിയും ഇവന് ശ്രേഷ്ഠമായ ബ്രാഹ്മണ ജന്മം കൊടുക്കാമെന്ന് അവിടെ തീരുമാനിക്കും. ഇങ്ങനെ ഇവിടെ വന്നിരുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് പശുവായി പട്ടിയായി പൂച്ചയായി അങ്ങോട്ട് പോവും. പുഴുവൊക്കെ ആയാലത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. അരിച്ചു നടക്കും. ജ്ഞാനപ്പന വ്യക്തമായി പറയുന്നുണ്ട് അത്. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ ജീവനില്ലാത്തതല്ലേ? ഭൂമി ജീവനുണ്ടോ? മണ്ണാണ്. വായു ജലം ജീവനില്ല. അഗ്നി ജീവനില്ല. വായു ജീവനില്ല. ആകാശം ജീവനില്ല. ഈ ജീവനില്ലാത്ത 5 സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ശരീരം എങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്നു? ഇതിനുള്ളിൽ ആരുണ്ട്? ഭഗവാന്റെ ചൈതന്യം ഉണ്ട്. അതാണ് ജീവാത്മാവും പരമാത്മാവും. അതായത് പരമാത്മാവായ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ
സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് പരിപാലിച്ച് അവസാനം സംഹരിക്കും. അതായത് അതാണ് പ്രളയം വന്ന് അവസാനം ഉണ്ട് എന്ന് പറയുന്നത്. ഓരോ കൽപ്പം കഴിയുമ്പോഴും അത്രയൊന്നും അങ്ങോട്ട് ചിന്തിക്കേണ്ട. ഈ അങ്ങനെയുള്ള ഈ ശരീരത്തിനുള്ളില് പരമാത്മാവായ ഭഗവാന്റെ ഒരു ചൈതന്യത്തിന്റെ അംശമായിട്ട് ജീവാത്മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ഭഗവതിമാരാണ്. മനസ്സിലായോ? ഇനി ഇങ്ങനെ നമ്മൾ അവിടെ ചെന്നിങ്ങനെ നിന്ന് നോക്കുക. അപ്പൊ തിരുമേനി എന്താ ചെയ്യുന്നത്? അല്ലെ, മണിയൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കില്ലേ? അതെന്താ? പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ധൂപം കൊടുക്കുന്നു. അഗ്നിയാത്മന ദീപം കൽപ്പയാമി. അഗ്നിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചു വെക്കുന്നു. പിന്നെ എന്താ? ഒരു കിണ്ടി വെള്ളം കണ്ടിട്ടുണ്ടോ? അത് രാവിലെ വന്ന അഭിഷേകം തന്നെ ചെയ്യും ജലം കൊണ്ട്. അത് ജലാണ് കിണ്ടി വെള്ളത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. നിറച്ച കിണ്ടി കൊണ്ടല്ലേ പുതിയണ്ണിനെയൊക്കെ സ്വീകരിക്കാൻ പോവാറ്. എന്താ അത് സൂചിപ്പിക്കുന്നത്? പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉമ്മർത്തൊരു കിണ്ടി വെള്ളം വെക്കും. ഐശ്വര്യ നിറഞ്ഞ് ഇരിക്കുന്ന കിണ്ടി എന്നാ പറയുക. അതുപോലെ ദീപം, ധൂപം, പത്രം, പുഷ്പം, ഫലം, തോയം ഇതെല്ലാം നൽകി ഇപ്പം അവസാനം എന്ത് ചെയ്യും? ഭഗവാന് ചന്ദനം ചാർത്തിക്കൂലേ? കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ ഈ ചന്ദനം ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. അതിനാ ചന്ദനം ചാർത്തുന്നത്. ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പൊ വായുവായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ധൂപം കാണിച്ചു, അഗ്നിയായി ദീപം കാണിച്ചു, ജലം കിണ്ടിവെള്ളം അവിടെ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടോ പിന്നെ ചന്ദനം ചാർത്തിച്ചു. ഇനി ആകാശമായിട്ട് പുഷ്പത്തെ സമർപ്പിച്ചു. ഇത്രയും തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ തിരുനടയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ. ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുമേനി ഇങ്ങോട്ട് വരൂലേ? ഇത്തിരി തീർത്ഥം തരും നമുക്ക്. തീർത്ഥം ഇങ്ങ് വാങ്ങി അത് സേവിച്ച് രണ്ടടിയാണ് ഇവിടെ. എന്താ കാരണം? മഹാബലിന്റെ എവിടെയാ അനുഗ്രഹിച്ചേ? വാമനമൂർത്തി കാലുകൊണ്ടാ അനുഗ്രഹിച്ചേ അല്ലേ? തലയിൽ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി എന്നാ പറയുക. അത് ഒരമണിക്കൂർ അതന്നെ പറയാനുണ്ട്. വലിയ കുറേ തത്വങ്ങൾ അതിലുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കണ്ടേ? വീട്ടിൽ പോയിട്ട് 10:30 വരെ പറയാമെന്ന് സമ്മതം വാങ്ങിക്കുക. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് തൊഴുത് ഈ പ്രസാദം 2 കൈകളും ചേർത്ത് അത്രയും പവിത്രമാണ് നമുക്ക് തരുന്നത്. കാരണം അവിടെ അത്രയും വലിയ മന്ത്രങ്ങൾ ജപിച്ചാണ് അവിടെ അർച്ചന നടത്തിയത്. നിങ്ങളിവിടെ ലളിതാ സഹസ്രനാമം മാത്രമല്ല, ഒരു വിളക്കർച്ചന, സർവൈശ്വര്യ പൂജ മാസത്തിൽ ഒരിക്കൽ ചെയ്തു നോക്കൂ. ഇനിയും ഐശ്വര്യം വർദ്ധിക്കും. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അങ്ങോട്ട് തീരും. കേസൊക്കെ പമ്പ കടക്കണ വഴി അറിയില്ല. കാരണം ലളിതാ സഹസ്രനാമത്തിന് അത്രയും പവിത്രതയുണ്ട്. ഈ ലോകത്തിൽ എത്ര സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും ലളിതാ സഹസ്രനാമത്തോളം വരില്ല എന്നാ. മറ്റ് സഹസ്രനാമങ്ങൾ ഏതൊക്കെയാ? നമുക്ക് വിഷ്ണു സഹസ്രനാമുണ്ട്, ശിവസഹസ്രനാമുണ്ട്, ഇപ്പൊ മുരുകനാച്ച മുരുകന് സഹസ്രനാമുണ്ട്. ഒക്കെ ഇഷ്ടമൂർത്തിയെ നോക്കിയേ ചെയ്യാം. പക്ഷേ അമ്മയെ പോലെ കരുണയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മളൊരു വാക്ക് ഇപ്പൊ തെറ്റി. എങ്ങനെയാ തുടങ്ങുക? ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരേ ചിദാഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യക ഇങ്ങനെ തുടങ്ങും. അപ്പൊ അവിടെ അവസാനം തെറ്റിച്ചു. അപ്പൊ എന്താ? അയ്യോ തെറ്റിപ്പോയല്ലോ, പേടിയായി. പേടിക്കണ്ട. ആരെ ആർച്ചിച്ചോണ്ടിരിക്കണേ? ഓം ശ്രീ മാതാ ഐശ്വര്യമുള്ള എൻ്റെ അമ്മേ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അമ്മയേക്കാൾ വലിയൊരു കോടതി ഇല്ലല്ലോ, തെറ്റിക്കോട്ടെ. ഇനി അർച്ചന എങ്ങനെയാ ചെയ്യുക? ഈ പുഷ്പങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രങ്ങളെ ആകിരണം ചെയ്യാൻ പുഷ്പങ്ങൾക്ക് കഴിയും. പുഷ്പങ്ങളുടെ ആ ദളങ്ങൾ അത്രയും മൃദുവാ. ആ മന്ത്രത്തെ ആകിരണം ചെയ്ത പുഷ്പങ്ങളാ തിരുമേനി നമുക്ക് തരിക. അതെടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് ഘ്രാണിക്കും അല്ലേ? എന്നിട്ടല്ലേ തലയിൽ ചൂടേണ്ടത്. അങ്ങനെ വേണം. ഇനി ക്ഷേത്രത്തിലേക്ക് വന്നാൽ എന്താ കിട്ടുക? കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുന്നു. അവിടെ പോയപ്പോൾ എന്താ കിട്ടുക? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സുഖം വേണം അല്ലേ? സുഖം കിട്ടണം. അതിനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും തേടിപ്പാഞ്ഞ് നടക്കുന്നതും. ഇതിൻ്റെ അവസാനം സുഖം കിട്ടാറുണ്ടോ? സുഖത്തിനേക്കാൾ വലിയ ദുഃഖം അതിൻ്റെ പിന്നാലെ വരാറുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൽ വന്നാൽ കിട്ടുന്ന സുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ രാവിലെ എന്ത് കേൾക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കണ്ട, ഓം കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേല്യ. കൗസല്യയുടെ സുപ്രജയായ രാമ എഴുന്നേൽക്കൂ, സന്ധ്യ പൂർവ സന്ധ്യ എന്ന് പറഞ്ഞാൽ രാവിലെത്തെ സന്ധ്യ എന്നാണ്. സന്ധ്യ പറഞ്ഞാൽ സന്ധിക്കുന്നതാ. രാത്രിയും പകലും സന്ധിക്കുന്നതാണ് രാവിലെത്തെ സന്ധ്യ. ആ സമയത്ത് സന്ധ്യാവന്ദനം ചെയ്യണം, 21 ഗായത്രി ജപിക്കണം. ഇതൊക്കെ
ഹൈന്ദവന് പറഞ്ഞ ചിട്ടകളാ, ഉപാസനയുടെ ഭാഗ. എന്നും ഒരേ സമയത്ത് സന്ധ്യാവന്ദനം ചെയ്ത് 21 ഗായത്രി ജപിച്ചു നോക്കൂ. ഇങ്ങനെ വന്നിരുന്ന് ഇതിലും നന്നായി പറയാൻ നിങ്ങൾക്ക് കഴിയും. ഭഗവതി അതിനെ അനുഗ്രഹിക്കും. അത് ഒരു ഉപാസനയാണ്. അത് വല്ലാത്തൊരു സുഖമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ. ഇന്ന് മുടങ്ങിയിട്ടോ, കാരണം ഇങ്ങോട്ട് പോരണ്ടേ, പിന്നെ സമയം ശരിയാവില്ല. അപ്പൊ അതിന് ക്ലാസ് ഉണ്ട്. എന്താ? സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. പൂജാമുറിയിലാണ് കയറി രാമ 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 ബാഹിമ ഭഗവാനെ. ഇന്ന് എനിക്ക് പറ്റില്ല കേട്ടോ, രാമ എന്ന് ചൊല്ലിയ സഹസ്രനാമത്തിന് തുല്യായി എന്നാ. പക്ഷേ എന്നും രാമ എന്ന് ചൊല്ലി ഇറങ്ങിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല കേട്ടോ. പണ്ഡിതന്മാർക്കേ അത് പറ്റൂ എന്നുള്ളതാ. ഇനി ഇവിടെ വന്നിരുന്നു നിങ്ങൾ അർച്ചിക്കാൻ തീരുമാനിക്കുക. അവിടെ ചെന്ന് നിന്നിട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ള ഉത്തരം കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടുന്ന് കീർത്തനം രാവിലെ 5 മണിക്ക് വെച്ചത് 6 മണിയായി, ഓഫാക്കിയിട്ടില്ല. നമ്മുടെ ചെവികളെ, പഞ്ചേന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ, പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ ക്ഷേത്ര ദർശനത്തിന് കഴിയും. അങ്ങനെ മനസ്സിലാക്കണം. ചെവിയെ സുഖിപ്പിക്കുക. ഇവിടെ നല്ല കീർത്തനങ്ങൾ അങ്ങനെ കേൾക്കുകയാണ്. ഇപ്പോൾ ഞാൻ പാടിയില്ലേ, അമ്മേ മഹാമായേ, അങ്ങനെ അങ്ങോട്ട് ചൊല്ലി പോകുമ്പോൾ ഒരു നിമിഷം ആരും നല്ല കീർത്തനം കേട്ടാൽ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ ചെവിയെ സുഖിപ്പിച്ചു. അല്ലെങ്കിൽ തിരുമേനി മന്ത്രം ജപിക്കുന്നുണ്ടാവും. ചില തിരുമേനിമാർ ഉറക്കം മന്ത്രം ജപിക്കും. മനനേന ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യും തോറും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാണ് മന്ത്രങ്ങൾ. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം കണ്ണ് തുറന്ന് തൊഴും. പിന്നെ കണ്ണാണ്ട് അടയ്ക്കൂലേ? ഇതിൻ്റെ ഉള്ളിലാണ്. കണ്ണ് തുറന്ന് തൊഴണോ അടച്ചു തൊഴണോ സംശയമല്ലേ? നമ്മൾ ആ വിഗ്രഹത്തെ അലങ്കരിച്ച് അങ്ങനെ പട്ട കൊടുപ്പിച്ച് ഇരുത്തിയിട്ടില്ലേ, ആ വിഗ്രഹത്തെ നല്ലോണം കാണണം. കണ്ട് തൊഴുത് ആ രൂപത്തെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് കണ്ണങ്ങടെ അടയ്ക്കണം. കണ്ണിനെ സുഖിപ്പിച്ചോ. നല്ല കാഴ്ചയല്ലേ ഭഗവതിയുടെ രൂപം? എന്ത് രസമായിട്ടല്ലേ? ചുമന്ന പുഷ്പങ്ങളാ. ചിലർ പറയും രക്തപുഷ്പാഞ്ജലി. മനസ്സിലെന്താ? രക്താണെന്നാണോ? ചുമന്ന കുറി കിട്ടുമ്പോൾ രക്തവർണം, അതായത് ചുമന്ന പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന നടത്തുന്നതാണ് രക്തപുഷ്പാഞ്ജലി. ഇങ്ങനെ അലങ്കരിച്ചിരുത്തിയിരിക്കുന്ന ഭഗവതിയെ കാണുമ്പോൾ എന്ത് സുഖ. ഇപ്പോൾ വഴിയിൽ പോരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് കണ്ട ഒറ്റ അടക്കലല്ലേ, വിചാഗിരി ഇല്ലാത്തൊരടപ്പുണ്ട് ഇവിടെ വെച്ച് തന്നിട്ട്. അതുകൊണ്ട് ഏറ്റവും സുദർശനം ആണ് ഭഗവതിയെ ദർശിക്കുന്നത്. കണ്ണിന് സുഖമായി. അത് കഴിഞ്ഞ് നമ്മൾ ഈ തിരുമേനി തരുന്ന മൂക്കിനെ ഗ്രാണിക്കണം പറഞ്ഞില്ലേ, പൂക്കള്. ആ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളുടെ ഒരു മണം, ഒരു സുഖം ആ തുളസി അല്ലെങ്കിൽ തെച്ചി ചെമ്പരത്തി പൂവിന് ഉണ്ടായിരിക്കും. അത് ഗ്രാണിക്കുമ്പോൾ മൂക്കിന് നല്ല ഒരു സുഖം കിട്ടും. ഇനി അതും കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നാൽ ഈ പ്രസാദത്തിൽ എന്തുണ്ട്? അവസാനം പുറത്തിറങ്ങുമ്പോഴാണ് ഈ ചന്ദനം തൊടാവുന്ന. ചന്ദനം തൊലിയെ സുഖിപ്പിക്കുന്നത്. അപസ്മാരത്തിന് ഏറ്റവും നല്ലതാ ചന്ദനം. അതിനും അപ്പുറം തിലകം ചാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ പ്രശോഭിപ്പിക്കുക. എന്തിനാ ഇപ്പൊ ഈ കുറി തൊടണേ? ചില കുട്ടികൾ ചോദിക്കാം. സ്കൂളിലേക്ക് പോകുമ്പോൾ തൊടിക്കും, ജീപ്പ് കയറി അവരത് മായ്ക്കും. എന്താ കാരണം? മറ്റുള്ളവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങളുടെ നേട്ടത്തില്ലല്ലോ. നമ്മുടെ കുട്ടികൾക്ക് പേടി, അവർക്ക് അറിയില്ല. തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ ആത്മാവിനെ പ്രശോഭിപ്പിക്കാൻ ആ കുറി തൊട്ടിരിക്കുന്ന അത് മായ്ക്കില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഹൈന്ദവ കുട്ടികൾക്ക് ഉണ്ടാവണം. അത് ആത്മാവിനെ പ്രശോഭിപ്പിക്കുന്നു. ആത്മാവ് ഇവിടെ ഇരിക്കണം. എങ്ങനെ ഒരാൾ വെച്ച് നോക്കും, നമുക്ക് തലവേദനിക്കുന്നില്ലേ? തല പോയാൽ പോയില്ലേ? അപ്പൊ ആത്മാവ് ഇവിടെ തന്നെ. ഇനി മറ്റൊന്ന്, അത് കഴിഞ്ഞു ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്താ പറയാ, അതേ ഇത്തിരി പ്രസാദം കഴിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തീർത്ഥം കിട്ടിയില്ലേ? ആ പ്രസാദം നമ്മുടെ നാവിനെ സുഖിപ്പിച്ചില്ലേ? ഇപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾക്കും സുഖം കിട്ടിയില്ലേ? ഭഗവാന്റെ ആ പ്രസാദത്തിന് പ്രത്യേക ഒരു രുചിയാ അല്ലെ? വീട്ടിൽ നമ്മൾ എത്ര പായസം വെച്ചാലും അങ്ങനെ ആവില്ലേ? എന്തുകൊണ്ടാ? ഭഗവതി കഴിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തിരുമേനി അകത്ത് ഞാൻ പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് പൂജ കഴിച്ചിട്ട് അവസാനം ഒരു നൈവേദ്യം സമർപ്പിക്കും. അമൃതാത്മന നൈവേദ്യം കൽപ്പയാമി. അമൃതാണ് നൈവേദ്യം. അതെന്താണോ പറയുന്നത്? നിങ്ങളിവിടെ പായസമൊക്കെ ചീട്ടാക്കാറില്ലേ? നമ്മുടെ ശരീരം തന്നെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ആ നിവേദ്യം സമർപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് മുഖമണ്ഡപമുള്ള അമ്പലമാണെങ്കിൽ തിരുമേനിക്കുണ്ട് അവിടെ വന്നിട്ടൊരു സാഷ്ടാംഗ നമസ്കാരം. തന്നെ ഈ ശരീരം എൻ്റേതല്ല, ഹേ ശ്രീ ഭഗവതി ഇത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കും. നമ്മളിതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മാറി നിന്ന്, നിങ്ങൾക്ക് ഇവിടെ ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് മഴയാണെങ്കിൽ നമസ്കരിക്കാനൊക്കെ സൗകര്യം ഉണ്ട് അല്ലേ? കുറച്ച് സ്ഥലം അവിടെ മഴ കൊള്ളാതെ കിടക്കുന്നുണ്ട്, വേണ്ടവർക്ക് നമസ്കരിക്കാം. നമസ്കാരം എന്താ? അവിടെയാണ് ഈ വാമനമൂർത്തിയുടെ കഥ വരുന്നത്. ഇവിടെ
മഹാബലിക്ക് അഹങ്കാരം ഉണ്ടായത് എവിടെയാ? തലയുടെ മുകളിലല്ലേ? അവിടെ ചവിട്ടി ഭഗവാൻ. നമ്മളെ അഹങ്കാരം ഇല്ലാതെവാൻ സാഷ്ടാംഗം, ആണുങ്ങളാണെങ്കിൽ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കും, പെണ്ണുങ്ങള് പഞ്ചാംഗ നമസ്കാരം ചെയ്യുന്ന ഇങ്ങനെ ഒരു നമസ്കാരം പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് ചെയ്യണം. അപ്പൊ എന്താ പ്രദക്ഷിണം? 3 നേരം പ്രദക്ഷിണം ചെയ്യുമ്പോൾ 3 തരം പുണ്യങ്ങളാ. പിന്നെ നട്ടപ്പാതിരയ്ക്ക് ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. രാവിലെ നിങ്ങൾ ഇവിടെ വന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് രോഗശമനം. അസുഖമില്ലാത്ത ആരുമില്ല, ഏത് വീട് നോക്കിയാലും ഒരു മെഡിക്കൽ ഷോപ്പാ. ഇനി അതൊന്നും അസുഖം ഇല്ലാത്ത ആളാണെങ്കിലും ഈ നടന്നിട്ടാണല്ലോ അമ്പലത്തിൽ അവിടെ വരെ വണ്ടിയിൽ വന്നാലും പിന്നെ ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ നടക്കുമല്ലോ. നടന്നു കഴിഞ്ഞാൽ അസുഖം കുറയും. ഡോക്ടറെ അടുത്ത് പോയി നോക്കൂ, അല്ല 20 മിനിറ്റാണ് നടന്നോളൂ കേട്ടോ എന്ന് പറയും. അതിനു വേണ്ടി പൂർവികരുണ്ടാക്കി വെച്ചതാണ് ഈ ക്ഷേത്ര സങ്കല്പം. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ രാവിലെ രോഗശമനം. ഈ ഉച്ചയ്ക്ക് മഹാക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം ഉണ്ട്, ഉച്ചയ്ക്ക് ചെന്നിട്ട് നമ്മളൊരു തൊഴല, ഉച്ചപൂജയൊക്കെ ഉണ്ട്. അപ്പം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കഴിഞ്ഞാൽ അഭീഷ്ട സിദ്ധി. മഹാക്ഷേത്രമാണെങ്കിൽ ഉറപ്പാണ് അവിടെ എന്തുണ്ടാവും? അന്നദാനം ഉണ്ടാവും. അപ്പത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അന്നം തന്നെ. അന്നം ന നിന്ദ്യാത് എന്ന് തൈത്തിരീയം പറയുന്നുണ്ട്. അന്നത്തിൽ വലുതൊന്നും ഇല്ലാന്നാ. ഇനി സന്ധ്യയാകുമ്പോൾ വന്ന് നിങ്ങൾ തൊഴുത് നമസ്കരിക്കാറില്ലേ? സന്ധ്യയാകുമ്പോൾ പ്രദക്ഷിണം വെച്ചാല് പാപനാശം. എന്താ അപ്പൊ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല ടീച്ചറെ, പക്ഷെ നിങ്ങൾ ആ അമ്പലത്തേക്ക് ഇങ്ങോട്ട് നടന്നു വരുമ്പോ അറിയാതെ ഒരു ചെറിയ ജീവിയൊക്കെ ചവിട്ടി കൊന്നുണ്ടാവൂലേ? അഗ്നി പോലെയാണ് എന്നാ പാപം. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും ആ അഗ്നി നമ്മളെ പൊള്ളിക്കും. അത് കുട്ടിയാന്ന് കരുതിയിട്ട് അത് ചൂടാവാതിരിക്കുവോ? ഇല്ല. അതുപോലെയാണ് നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന പാപം, അറിയാത്ത ചെയ്യുന്ന പാപം എല്ലാം ഇവിടെ വന്നൊന്നാണ് നമസ്കരിച്ചാൽ മതി, പ്രദക്ഷിണം വെച്ചാൽ തീരും. ഇനി മറ്റൊന്നുകൂടി ഉണ്ട്, നട്ടപ്പാതിര. നട്ടപ്പാതിരയ്ക്ക് വന്ന് നിങ്ങൾ തൊഴുത് നമസ്കരിച്ച മോക്ഷം തന്നെ. നട്ടപ്പാതിരയ്ക്ക് എന്ത് ചെയ്യും? ഇവിടെ ശ്രീഭദ്രയല്ലേ, ഭദ്രം കരോതി ഇതി ഭദ്രകാളി എന്നാണ്. ഈ തട്ടകത്തെ, ഈ ഗ്രാമത്തെ കാത്ത് ഭദ്രമായി സൂക്ഷിക്കുന്ന ഗ്രാമദേവതയാണ് ഭദ്രകാളി. ആ ഭദ്രകാളി ആരോടൊപ്പം? മഹാദേവനോടൊപ്പം ചുടലാ നൃത്തം ആടാൻ പുറത്തിറങ്ങും. ഭഗവാനും ഭഗവതിയെ നേരിട്ട് കണ്ട പേടിയാവും നമുക്കില്ലേ? ഭദ്രകാളി നാവൊക്കെ നീട്ടി ദാരികന്റെ തലയും പിടിച്ചിട്ടുള്ള ആ വരവ് എന്താ? മഹാദേവൻ ചുടല ഭസ്മൊക്കെ പൂശിയിട്ട് താണ്ഡവാടുന്നത് കണ്ട അപ്പൊ നമ്മളുടെ കാറ്റ് പോലിയേ. അതുകൊണ്ട് തന്നെ നട്ടപ്പാതിരയ്ക്ക് മോക്ഷം. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്നറിയോ? എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ തത്വം മനസ്സിലാക്കുക. പ്രദക്ഷിണം ചെയ്താൽ ഇന്ന കാര്യം ഗുണമൊക്കെ ഉണ്ട് മനസ്സിലാക്കി. ഇനി അത് ഈ പ്രദക്ഷിണം നമ്മുടെ ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത്, ഒരായുസ്സിനെയാണ് കാണിക്കുന്നത്. ആദ്യം പറഞ്ഞു ഒരു ദിവസത്തെ, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഇനി രാത്രി ഉണ്ടെങ്കിൽ അതും. മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ ഏതാ? ജീവിതത്തിൻ്റെ രാവിലെ പറഞ്ഞാൽ ഒരു 10, 20, 25 വയസ്സ് വരെ നമുക്ക് നല്ല ശരീരമൊക്കെ വലുതാവുന്ന സമയം, നല്ല ആരോഗ്യം വേണം, രോഗമൊന്നും ഉണ്ടാവാൻ പാടില്ല. രാവിലത്തെ പ്രദക്ഷിണം. ഇനി നട്ടുച്ച, ജീവിതത്തിൻ്റെ നട്ടുച്ച എന്ന് പറഞ്ഞ ഒരു 25 to 56 റിട്ടയർമെൻ്റ് ആവുന്നവരെ ജീവിതത്തിൻ്റെ നട്ടുച്ച കത്തി നിൽക്കുന്ന സമയമല്ലേ? നല്ല ആരോഗ്യമുണ്ട്, കുതിരയെ പോലെയും കഴുതയെ പോലെ. കഴുതയാണ് അത്ര ആയുസ് കൊടുത്തതേ, കല്യാണമൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം വരുമ്പോൾ 4 ഗീശയും അല്ലേ, ആ കഴുതയെ പോലെ ഭാരം ചുമക്കലാണ് പിന്നെ പണി. ഇതൊക്കെ ഭാഗവതം വൃത്തിയായിട്ട് പറയും. നമുക്ക് ഓരോ ജീവികളും ആയുസ് തന്നത്. അങ്ങനത്തെ ജീവിതം തന്നെ. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആയുസ് ആരാ കൊടുത്ത്? മൂങ്ങയാണ്. മുത്തശ്ശനോട് പറയും രാവിലെ ജോലിക്ക് പോകുമ്പോൾ മരുവള്, മുത്തശ്ശ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചോ കുളിച്ചോളൂ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചോ കഴിച്ചോളൂ കേട്ടോ. മൂങ്ങയുടെ ഐസാണ് ഇതന്നെ. ഇതൊക്കെ നമ്മൾ ആ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ ആ നട്ടുച്ചയാണ് എന്ത് കാണിക്കുന്നത്? 56 വയസ്സ് വരെ നട്ടുച്ച. ആ ഉച്ച കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ കത്തി താഴത്തേക്ക് വരുന്ന സമയം. 56 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം താഴത്തേക്ക് കുറഞ്ഞു വരും അല്ലേ? എവിടെ വന്നാൽ സ്റ്റെപ്പ് കയറാൻ വയ്യ, കേൾക്കണം എന്നുണ്ട്, അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നോളൂ പറയും. അതുപോലെ ആയുസ് കുറഞ്ഞു വരും, നമ്മളുടെ ആരോഗ്യം കുറഞ്ഞു വരും. അതാണ് ജീവിതത്തിലെ സന്ധ്യ. ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആണ് എല്ലാവരും നാരായണിയോട് തുറക്കുക. നാരായണിയൊക്കെ തുറന്നു ടീച്ചറെ, എന്തേ ഈ സാന്ദ്രാനന്ദം ഒന്നുകൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല, ഒരു എളുപ്പമുള്ളതെന്ന് പറഞ്ഞു തന്നേ. അപ്പം ഞാൻ പറയും 68ാമത്തെ ദശകം എടുത്ത് വെച്ചോളൂ. എന്താ എത്ര സുഖ ഗോപികാഗീതം. തവ വിലോകനാൽ ഗോപികാജന പ്രമദ സങ്കുല പങ്കജേക്ഷണ എന്നും പറഞ്ഞിട്ട് ഇത് സുഖാണല്ലോ, കുഴപ്പമില്ലല്ലോ ടീച്ചറെ, എനിക്കൊരു ദശകം വായിക്കണമെന്നേ ഉള്ളൂ, ഞാൻ വായിച്ചു കേട്ടോ, വലിയ സന്തോഷമായി. റിട്ടയർമെന്റ് കഴിയാൻ കാത്തിരിക്കരുത് എന്നാ. എല്ലാം നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങണം, എങ്കിലും എങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ. ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ശ്രവണം ഒരുപാട് കേൾക്കുക. ശ്രവണം
കീർത്തനം വിഷ്ണു സ്മരണം. അങ്ങനെ കുറേ കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. പിന്നെ എപ്പോൾ നോക്കിയാലും എന്താ, തസ്മാൽ സർവേഷു കാലേഷു മനുസ്മര എന്നാ ഭഗവാൻ പറഞ്ഞ്. എന്നോട് ചോദിക്കും, കമ്പനി ജോലി കഴിഞ്ഞ് വരുമ്പോൾ 12 മണിയാണ്, ഷിഫ്റ്റാണ് ടീച്ചറെ, വിളക്ക് വെക്കാൻ പാടുമോ? അത് പാടില്ല പറഞ്ഞാൽ ഈ ജന്മത്ത് വിളക്ക് വെക്കില്ല. അപ്പം ഞാൻ പറയും, കുളിച്ച് വിളക്ക് വെച്ചോളൂ, നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വരുന്ന സമയമല്ലേ. കാരണം ആദ്യത്തെ ശ്ലോകം തന്നെ നാരായണി എന്താ പറഞ്ഞത്, കാലദേശാവദിഭ്യാം, എനിക്ക് കാലവും ദേശവും ഒന്നും നോക്കണ്ട, നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ എന്നെ ഭജിച്ചോളൂ, സദാസേവ്യ സദാസേവ്യ, എല്ലാ സമയത്തും എന്നെ സ്മരിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ആ സംശയം ഉണ്ടാവില്ല. ഇനി ഇവിടെ വന്നു, ഈ വൈകുന്നേരം പാപങ്ങളെല്ലാം നശിക്കണം. എന്ത് പാപ ചെയ്തേ? നമ്മൾ ജീവിതത്തിൽ പല ജോലികളും ചെയ്യുന്നവരാ. ജോലിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ ഗുരുവായൂർ കൊണ്ടുവന്നു, ഒരു കാവ്യം കൊടുത്തിട്ട്, നല്ല ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുക, അമ്മ വേഗം കയറി പരിചയപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ അയാൾ ജഡ്ജിയായിട്ട് റിട്ടയർഡായ വ്യക്തിയാണ് അത്ര. എന്തിനാ അപ്പോൾ കാവ്യം എടുത്ത് ഇവിടെ വന്നിരിക്കണേ? അമ്മ വളരെ ഓപ്പണായിട്ടാണ് ചോദിക്കുക. അപ്പോൾ പറയുക, കുറേ നിരപരാധികളെ തൂക്കിലേറ്റേണ്ടി വന്നിട്ടുണ്ട്, ആ പാപമൊക്കെ തീർക്കാനപ്പോൾ ഇവിടെ വന്നിരിക്കണേ. അറിഞ്ഞും അറിയാതെയും അതാ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. പാപനാശം സന്ധ്യ 56 വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അതാണ് ഈ ഗ്രന്ഥം പൊക്കി എല്ലാവരും അമ്പലത്തേക്ക് വരുന്നത്. അതും കഴിഞ്ഞാൽ നട്ടപ്പാതിര എന്ന് പറയുന്നതാണ് എന്ത്, ഒരു 70 കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിയുമോ? ഇല്ല. 4 കാലുള്ള കട്ടലിൻ്റെ മുകളിൽ അവിടെ കയറിയിരിക്കും ഇല്ലേ. പിന്നെ എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം. അതുകൊണ്ടാണ് അനായാസേന മരണം വിനാ ദൈന്യേന ജീവൻ എന്ന് പറയുന്നത്. കൃഷ്ണ, അനായാസേന, വേദനയില്ലാത്ത പെട്ടെന്നുള്ള ഒരു മരണം തരണേ, കിടത്തരുതേട്ടോ, മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള ഒരു വഴി തരരുതേട്ടോ എന്ന് മറ്റുള്ളവർ വയസ്സാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞ് ആരാധിക്കുക, അറിഞ്ഞ് പ്രദക്ഷിണം ചെയ്യുക. ഒരു നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ട, അപ്പോൾ അവിടെ ചെളിയാന്ന് വിചാരിച്ച് നമസ്കരിച്ചില്ലേ, നമ്മളൊരു നമസ്കാരം പോയി, നാളെ 2 വട്ടമൊന്നും നമ്മൾ നമസ്കരിക്കില്ല, ചെയ്യോ? മറ്റു മതസ്ഥർ 5 വട്ടം നിസ്കാരം വൈകുന്നേരം ഒന്നിച്ച് ചെയ്യും. നമ്മൾ എത്ര ചെയ്യാറുള്ളത്? രാവിലെ വിളക്ക് വെച്ചില്ല, ഇന്ന് മഴ, സുഖമായിട്ട് കിടന്നുറങ്ങി, ഉച്ച ചെയ്യുന്ന കിട്ടപ്പോൾ വിളക്ക് വെക്കൽ മുടങ്ങിയില്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വിളക്ക് വെക്കണം എന്നാ. അതായത് സൂര്യഭഗവാൻ അസ്തമിക്കുമ്പോൾ സങ്കടാവുത്ര, എൻ്റെ കുട്ടികൾ ഇരുട്ടിലാവുകയാണല്ലോ. ആ സമയത്ത് വിഷമിക്കേണ്ട സൂര്യഭഗവാനെ, ഞങ്ങൾക്കിത് അഗ്നിദേവൻ കൂട്ടിനുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് അത്രേ ദീപം. അതാണ് സന്ധ്യയ്ക്ക് മുമ്പേ വിളക്ക് വെക്കണം എന്ന് പറയുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഈ വിളക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മറ്റൊരു ഗുണം എന്താണെന്നറിയോ? ഈ സൂര്യൻ അസ്തമിച്ച വെയിൽ പോയി, വെയിലിനാണ് എല്ലാ അണുക്കളെയും കീടനാശിനികളെയൊക്കെ ശമിപ്പിക്കാൻ കഴിയുക. അരി പൂത്താൻ എന്താ ചെയ്യുക? വെയിലത്ത് കൊണ്ടിടല്ലേ ചെയ്യുക. ആ സൂര്യൻ പോയ ഇവരൊക്കെ പുറത്ത് ചാടും, ഓരോ കീടങ്ങളും ബാക്ടീരിയകളും ഒക്കെ. അപ്പോൾ അന്തരീക്ഷം കലുഷിതമാവും, മാലിന്യമുള്ള. ആ മാലിന്യത്തെ നീക്കം ചെയ്യാൻ എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ, എള്ളെണ്ണയ്ക്ക് കഴിവുണ്ട്. എള്ളിനെന്ന് പറഞ്ഞാൽ തിലഹോമം എന്ന് കേട്ടില്ലേ, ഇരുമ്പ് സത്തുണ്ട്. അതുകൊണ്ടാണ് ഹൈന്ദവന്റെ ആചാരങ്ങളെല്ലാം സയൻസുമായി ബന്ധപ്പെട്ടതാന്ന് പറയുന്നത്. ഈ എള്ളെണ്ണയ്ക്ക് ഇരുമ്പ് സത്തുള്ളത് കൊണ്ട് അത് കത്തി ഓങ്കാരം മുഴക്കുത്രേ, വിളക്ക് കത്തുമ്പോഴും ഹാർമോണിയം വിളിക്കുമ്പോഴും ആ സമയത്ത് ആ ഒരു ശബ്ദം ഓങ്കാരത്തോടുകൂടി ദീപം തെളിയിച്ച് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മാലിന്യങ്ങളെല്ലാം മാറും, അണുക്കളെല്ലാം നശിപ്പിക്കാൻ ആ എള്ളെണ്ണയ്ക്ക് കഴിയും. ഇതാണ് ഹൈന്ദവൻ്റെ വിളക്ക് വെക്കുന്നതിൻ്റെ തത്വം. അങ്ങനെയാണെങ്കിൽ രാവിലെ ഭഗവാൻ വരുമ്പോൾ എൻ്റെ കുട്ടികൾ ഇരുട്ടിലല്ലല്ലോ എന്ന് നോക്കാനാണെന്നാ പറയുക. സൂര്യഭഗവാന് വിളക്ക് വയ്ക്കുക, കത്തിജ്വലിക്കുന്ന സൂര്യന് വിളക്ക് വെച്ച സംസ്കാരമുള്ളവരാ ഹൈന്ദവര്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഹൈന്ദവൻ എത്ര ബുദ്ധിമാനാണ്, എത്ര വിവരം ഉള്ളവനാണ്. ലോകം മുഴുവൻ അറിവിന് വേണ്ടി ഭാരതത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി യാചിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരുന്ന ഐൻസ്റ്റീൻ പണ്ട് പറഞ്ഞു അത്രേ. ഇപ്പം അതന്നെയല്ലേ സംഭവിക്കുന്നത്? എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? വിദേശികളൊക്കെ നമ്മുടെ ആശ്രമങ്ങളിൽ പോയി നോക്കൂ, ഭജൻസ് ഫുൾ അവരാ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ ആൾക്കാർക്ക് ഭജന ചൊല്ലാൻ അറിയൂല, നാണമാകുന്നു തഥാ അതിനെന്താവത്. ഇപ്പോൾ രാമായണം പറയുന്നതാ, ഭജന ഇങ്ങനെ ചൊല്ലി കഴിയുമ്പോണ്ടല്ലോ ആദ്യം തുടങ്ങുന്നത് ഭജനയിലാണത്രേ. ഇവിടെ ഒന്ന് തൊഴുതു പോകണമല്ല, ഇവിടെ ഒന്ന് സ്റ്റേജിൽ എല്ലാവരും ഇരുന്നു, മൈക്കിടെ മുന്നിൽ ഒരാളെ ഇരുത്തി എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവതിയെ അങ്ങനെ കീർത്തിച്ച് പാടുക. മഹിഷാസുരമർദ്ദിനിയൊക്കെ എടുത്താലേ കുറച്ച് ബുദ്ധിമുട്ടാൻ തോന്നും. ഐഗിരി നന്ദിനി നന്ദിത മേദിനി വിഷ്ണു വിനോദിനി വിഷ്ണുനുദേ ഭഗവതി ഹേ മഹിഷാസുരമർദ്ദിനി യജ്ഞകപർദ്ദിനി ശൈലസുതേ. ഇത് കേട്ട താഴത്തുനിന്ന് എല്ലാവരും കയറി ഇവിടെ വന്നിരിക്കും. അത് മനസ്സിന് ഭഗവതി എങ്ങനെയാണോ അസുരന്മാരെ
വധിച്ചത്, നൃത്തമാടിയത്, ആ താളത്തിൽ അങ്ങനെ ചൊല്ലുക. ഭജന ഉറച്ച് ജപിച്ചാൽ അത് ഭക്തി ആയി എന്നാ പറയുക. അത്ര ചൊല്ലാനൊന്നും അറിയണ്ട, ഇരുന്ന് കൂട്ടമായി ഭജിക്കുക, വെറുതെ വന്ന് തൊഴുതു പോവാതെ ഇരിക്കുക. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് മനസ്സിലായില്ലേ? ഇനി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഇത്തിരി പറയാം. ഉത്രാടായതുകൊണ്ട് അത് അറിയണം. പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പിന്നെ മറ്റുള്ളവരും നിരീശ്വരവാദികളും വളരെയധികം വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓണത്തിനെ. ഓണത്തിൻ്റെ കഥയെ ചേർത്ത് വെച്ചാ പറയുന്നത്. നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതിയെന്നോ, എല്ലാ വ്യക്തികൾക്കും ഇത് എൻ്റെ നാട്ടിലാണ് ഉണ്ടായേ, ഇത് എൻ്റെ നാട്ടിലാണ് ഉണ്ടായേ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. കൊട്ടിയൂര് ദക്ഷയാഗം നടന്നു എന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി തൊഴുതു പോരുന്നില്ലേ? പക്ഷെ കൊട്ടിയൂരാണോ ദക്ഷയാഗം പറയുന്നത് ഭാഗവതത്തില്? അല്ല. ഇത്രയും മനസ്സിലാക്കുക. അതുപോലെ വാമനമൂർത്തി ഇപ്പോൾ ഓർമ്മസൂത്രം എടുത്തു കഴിയുമ്പോൾ ദശാവതാരങ്ങളെ കുറിച്ച് പറയുന്നത് മത്സ്യകൂർമ്മ വരാഹജ നരസിംഹജ വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന. ഇതാണ് അതിൻ്റെ ഓർഡർ പറയുന്നത്. പക്ഷെ എത്രയോ അവതാരങ്ങളെ കുറിച്ച് ഭാഗവതം വീണ്ടും പറയുന്നുണ്ട്, 24 അവതാരങ്ങളെ കുറിച്ചൊക്കെ. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഉത്രാടം കഴിഞ്ഞ് നാളെ വാമന ജയന്തി, തിരുവോണം. ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഈശ്വര സങ്കല്പങ്ങളുമായി ചേർത്ത് വെച്ചതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു തരത്തില് മറ്റുള്ള കുട്ടികളൊക്കെ അവരുടെ ആഘോഷങ്ങളെല്ലാം പള്ളിയിൽ പോയി ആഘോഷിക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമായിരുന്നു. ഈശ്വരാ, നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമ്മൾ ക്ഷേത്രവുമായിട്ട് ഒന്നും ബന്ധപ്പെടുത്തുന്നില്ലല്ലോ. ഇപ്പം അത് മനസ്സിലാക്കി ജനങ്ങൾ. നമ്മുടെ ആഘോഷങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഓണം വാമന ജയന്തി, തിരുവോണം വാമനമൂർത്തി അവതരിച്ചു. വിഷു കൃഷ്ണന്റെ കഥയാണ് അവിടെ വരുന്നത്. എന്താ ചെയ്തേ? അരഞ്ഞാണം ഊരി ആ കുട്ടി ഒരു കൊന്നമരത്തിൽ എറിഞ്ഞു, അത് പുഷ്പമായി വന്നു. എല്ലാ കൊല്ലവും സമയമാകുമ്പോൾ കണിക്കൊന്ന പൂക്കുന്നില്ലേ? ഇനി തിരുവാതിര, ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ പിറന്നാളല്ലോ. അപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ പിറന്നാളാണ് തിരുവാതിര. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഈശ്വര സങ്കല്പത്തോട് അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക നമ്മൾ. ആ സമയത്ത് എന്തിനാണ് ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്? ആചാരഹീനം ന പുനന്തു വേദ എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ആചാരം അനുഷ്ഠിക്കാത്തവനെ ശുദ്ധീകരിക്കാൻ വേദ പഠനത്തിന് പോലും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നത്. ആചാര പ്രഭവോ ധർമ്മ എന്നാ പറയുന്നത്. ആചാരം അനുഷ്ഠിക്കേണ്ടത് നമ്മളുടെ ധർമ്മമാണ്. ധർമ്മം ഉത്ഭവിക്കുന്നത് തന്നെ ആചാരങ്ങളിൽ നിന്നാണ്. ഇത് ഓണം നമ്മളുടെ ഒരു ആചാരം, ഒരു ഉത്സവം. ആ സ്ഥിതിക്ക് ഓണം എന്ന് പറഞ്ഞ കഥ പറയുമ്പോൾ ആദ്യം എന്താ ഓടി വരിക? വാമനൻ വന്നു മഹാബലിയെ ചവിട്ടി താഴ്ത്തിയില്ലേ? ഈ ചവിട്ടൽ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളൂ. 3 അടി മറ്റൊന്ന്. എന്താ ചോദിച്ചേ? എന്താ ചവിട്ടി താഴ്ത്താൻ കാരണം? അതേ 3 അടി മണ്ണ് ചോദിച്ചു. ഈ കഥയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളൊക്കെ ചെറുതാകുമ്പോൾ അമർചിത്ര കഥയും ഒക്കെ ആയിട്ട് ബാലരമയൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഈ 3 അടി ചോദിക്കേ, ചവിട്ടി താഴ്ത്തേ, സുതലത്തേക്ക് പോവേ, അതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു കഥ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിലും അതിൻ്റെ തത്വമാണ് മനസ്സിലാക്കേണ്ടത്. വേദം ടഫ് സാൻസ്ക്രിറ്റാണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്ന് ഭഗവാൻ തന്നെ മനസ്സിലായപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് ഒരുപാട് ഋഷീശ്വരന്മാരെ അയച്ച് അവരെ കൊണ്ട് വേദതത്വങ്ങൾ കറന്നെഴുതി വെപ്പിച്ചതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. 2 ഇതിഹാസം 18 പുരാണം. ഈ പുരാണങ്ങളിൽ വരുന്ന കഥയാണ് എന്ത്? മഹാബലി ദർപ്പശമനം എന്ന കഥ. ഈ മഹാബലി ആരായിരുന്നു? ആദ്യം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. മഹാബലി സമ്രാട്ടായിരുന്നു, അതായത് ചക്രവർത്തി. ആരാ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ? ഒരുപാട് രാജാക്കന്മാരെ ഭരിക്കുന്ന രാജാവാണ് ചക്രവർത്തി. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എല്ലാവരെയും തോൽപ്പിക്കും. ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അതായത് അജയ്യനായ ചക്രവർത്തിയായിരുന്നു മഹാബലി. ഇപ്പം ഇത് പറയേണ്ട ടീച്ചറെ, ചോറും പായസവും ആയിട്ട് വേണം എന്നല്ലേ? ഇപ്പം നിർത്താം, 10 മിനിറ്റ് കേട്ടോ. ഈ ചക്രവർത്തിക്ക് അജയ്യൻ എന്ന് പറയുമ്പോൾ എന്താ? ആർക്കും എന്നെ തോൽപ്പിക്കാൻ വയ്യ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ലീഡർ ആരാ? കുറച്ച് കയ്യൊക്കെ ഉള്ളവനാവും. അവനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. പഞ്ചൊക്കെ പിടിക്കുമ്പോൾ കണ്ടില്ല. ഈ തോൽപ്പിക്കാൻ എന്നെ ആർക്കും ആവില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്ത് വരും? ഒരു അഹങ്കാരം വരും. ഈ മഹാബലി അഹങ്കാരിയായിരുന്നു. ഈ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് വാമനമൂർത്തിയായി വിഷ്ണു അവതരിച്ച് അനുഗ്രഹിച്ച് പാതാളത്തിലേക്ക് അയച്ചു, അല്ലെങ്കിൽ സുതലത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നത്. ഈ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നപ്പോൾ
ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി, ബ്രാഹ്മണ കുട്ടി, അവിടെ യാഗം നടക്കുകയായിരുന്നു. യാഗം നടക്കുന്ന സമയത്ത് ദാനം നൽകണം. ഏത് യാഗം കഴിഞ്ഞാലും, നല്ല സൽക്കർമ്മങ്ങൾ കഴിഞ്ഞാലും ദാനം നൽകണം എന്നാണ് പണ്ടുണ്ടത്. ഈ ദാനം നൽകുമ്പോൾ ആ കുട്ടി മുന്നിലേക്ക് വരുമ്പോൾ ശുക്രാചാര്യർ, മഹാബലിയുടെ ആചാര്യൻ, അത് മനസ്സിലായി അത് വിഷ്ണുവിൻ്റെ ഓരോ അടയാളങ്ങളുള്ള കുട്ടിയാണ് എന്നുള്ളത്. അപ്പോഴേ ഉപദേശം കൊടുത്തു. പക്ഷേ മഹാബലി അത് അനുസരിച്ചില്ല. അതുകൊണ്ടാണ് അത് അനുഭവിക്കേണ്ടി വന്നത്. ഒന്നാമതായിട്ട് സ്വന്തം ഗുരുവിനോട് അനുസരണക്കേട് കാണിച്ചു മഹാബലി. അപ്പം നീ ശിക്ഷ അനുഭവിക്കണ്ടേ? അതാണ് ഒന്ന്. രണ്ടാമതായിട്ട് ഈ കുട്ടി വന്ന് നിന്ന് ചോദിക്കുമ്പോൾ എന്താ വേണ്ടത്? എനിക്ക് 3 അടി മണ്ണ് വേണം, തപസ് ചെയ്യാനാ. അപ്പം എന്താ പറയുക, 3 അടിയോ? ഇത്ര ഒന്നും ചോദിച്ചാൽ പോരാ. എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ കുറച്ച് ദാനമൊക്കെ വാങ്ങിച്ചു പോയി, അത് തികയാനിട്ട് വേറൊരാളോട് ദാനം ചോദിച്ചു കഴിഞ്ഞാലേ അത് കുഴപ്പമാണ്, അത് ശരിയാവില്ല. വേറെ എവിടെയെങ്കിലും പോയി പിന്നെ ആരോടും ചോദിക്കരുത്, എന്നോട് ചോദിച്ചവർ കൂടുതൽ ചോദിക്കൂ. കൂടുതലൊന്നും വേണ്ട, അതൊക്കെ മതി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ആദ്യം ജലദാനം ചെയ്യുന്ന, പണ്ടൊക്കെ ദാനം ചെയ്യുമ്പോൾ യജ്ഞം, ദാനം, തപസ് ചെയ്യുമ്പോൾ ഓങ്കാരത്തോടു കൂടി ചെയ്യണം എന്നാണ്. നമുക്കൊരാൾ ദാനം കൊടുക്കുമ്പോൾ ഓം ജപിച്ചു കൊണ്ടാണ് കൊടുക്കുക. ഓങ്കാരത്തിന് ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു ആചാര്യൻ വന്ന് പറയാനൊരു അവസരം ഉണ്ടാവട്ടെ. ഇനി ഈ കുട്ടീനോട് പറയാണ്, അതിനെന്താ, എത്ര വേണമെങ്കിലും തരാം, ഇതെല്ലാം എൻ്റേതാ, ഈ ത്രിലോകങ്ങളും എൻ്റേതാ, സ്വർഗവും എൻ്റേതാ, ഇനി അടുത്ത ഇന്ദ്രനും ഞാൻ തന്നെ. അത്രയും ആഗ്രഹം വെച്ചോണ്ടിരിക്കുക. ആ സമയത്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു. എങ്കിൽ അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അളന്നെടുക്കുക. ആദ്യത്തെ അടി എന്താ ചെയ്തത്? ആദ്യത്തെ അടി കൊണ്ട് ഈ ഭൂമി മുഴുവൻ അങ്ങോട്ട് അളന്നു. ഇനി രണ്ടാമത്തെ അടി എവിടെ വെക്കേണ്ടത് ചോദിച്ചപ്പോൾ ആകാശം കാണിച്ചു കൊടുത്തു. ആകാശം മുഴുവൻ അളന്നു. മൂന്നാമത്തെ അടിക്കാണ് എന്ത് ചെയ്തത്? പിന്നെ ഒന്നും കൊടുക്കാല്ല. നമ്മളെ കണ്ണിന് മുന്നിൽ കാണുന്ന ഭൂമി ആകാശം. തല അങ്ങോട്ട് കുനിച്ചു. തല കുനിഞ്ഞാൽ എന്താ? അഹങ്കാരം തീർന്നില്ലേ? ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇത് നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്നാമത്തെ അടി എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകളെ കൊണ്ട് ഈ ഭൂമിയെ നമ്മൾ നോക്കുക, ചുറ്റുപാടും നോക്കുക. എന്താ കാണുന്നത്? ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ചിലരൊക്കെ വളരെ ദുരിതപൂർണമായ ജീവിതം, ചില ജീവജാലങ്ങളെ കാണണം, കടിച്ചും മാന്തിയും കൊന്നും ദുരിതം അനുഭവിക്കുന്നത്. എത്ര ആൾക്കാരാ RCCയിലൊക്കെ കിടക്കുന്നത്. 3 വയസ്സായ കുട്ടിയൊക്കെ ക്യാൻസറാണെന്നും പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്കൂ. ഈ ഒരു മെഡിക്കൽ കോളേജ് കണ്ടാൽ മതി, നമ്മളുടെ അഹങ്കാരം എല്ലാം പോകും. ഈ വിനയം എന്ന് പറയുന്ന സാധനം ഉണ്ടാകാൻ, ജ്ഞാനം ഉണ്ടാകാൻ അഹങ്കാരം ഇല്ലാതെ ആവണം. നമ്മുടെ അഹങ്കാരം ഇല്ലാതെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്കുക. ഈ സർവ്വ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും മറ്റുള്ള മനുഷ്യരെയും കാണുമ്പോൾ നമ്മളുടെ മനക്കണ്ണ് തുറക്കും, നമുക്ക് വിനയം ഉണ്ടാകും, അഹങ്കാരം ഇല്ലാതെയും. ഇതാണ് ഒന്നാമത്തെ അടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അടിയോ? രണ്ടാമത്തെ അടി എവിടെ വെച്ച്? ആകാശം അളന്നെടുത്തു. നമ്മളുടെ ഈ തല എപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കാറുള്ളൂ ഇല്ലേ? പണ്ടൊക്കെ പലകെട്ടിരുന്ന് ഉണ്ണുമ്പോഴേലും കിഴിപ്പിട്ട് നോക്കും. അപ്പം അതും ഇങ്ങനെ തന്നെ മൃഗങ്ങളുടെ പോലെ ആയില്ലേ? ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഉയർത്തി വെച്ചിരിക്കും. മഹാക്ഷേത്രങ്ങളുടെ എത്ര വലിയ ഗോപുരങ്ങളാ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, നോർത്തിലൊക്കെ. കാരണം ഈ ഗോപുരങ്ങൾ പൂർവികർ ഇത്രയും ഉയർത്തി വെച്ചത് നമ്മുടെ കഴുത്തിന് എക്സസൈസ് ഉണ്ടാവാനാ. എക്സസൈസ് ചെയ്യാൻ ചെന്ന് നോക്കൂ. തൈറോയിഡ് ആണോ? കഴുത്തിന് എക്സസൈസ് ചെയ്യൂ. എങ്ങനെയാ? ഇങ്ങനെ മുകളിലേക്ക് നോക്കാൻ പറയൂ. കഴുത്ത് ഉയർത്തി മുകളിലേക്ക് നോക്കണം. ആകാശത്തേക്ക് നോക്കണമെങ്കിൽ, ഗോപുരങ്ങളെ നോക്കണമെങ്കിൽ. നിങ്ങൾ പ്രദക്ഷിണം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ, പിറകിലെത്തുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് താഴികക്കുടത്തിലേക്ക് നോക്കി തൊഴണം. ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിലാവും ഇത്രേ. അപ്പൊ കഴുത്ത് പൊക്കണം. കഴുത്ത് പൊക്കിയാലേ ആകാശം കാണാനാകൂ. ഈ ആകാശം കാണുമ്പോൾ നമ്മുടെ കഴുത്തിന് എക്സസൈസിന് ഉപരിയായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ പ്രപഞ്ചം വളരെ വലുതാ, വിശാലായി കിടക്കുക അല്ലേ? മഹാദേവന്റെ ചൈതന്യം പോലെ. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ഒന്നും അല്ല, നിസ്സാരനല്ലേ? ഇപ്പൊ ഞങ്ങളുടെ അവിടെ പുഴ ഉണ്ട്. ഇങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കടവിൽ ചെന്ന് നിൽക്കും. അമ്മ കമ്പിളി ഉണക്കാൻ കൊണ്ടിടും പുഴയിൽ. അപ്പൊ ഞാൻ കടവിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കും. കുറേ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങണ കമ്പിളി ഇത്തിരി ഒരു കുഞ്ഞു പൊട്ടുപോലെ. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മളുടെ മനുഷ്യന്റെ നിസ്സാരത എത്ര
എത്രത്തോളം ഉണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ കാലയളവ് എത്ര കുറച്ചേ ഉള്ളൂ, നമ്മളുടെ ജീവിതം എത്ര തുച്ഛമാണ് എന്ന് മനസ്സിലാക്കാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എത്രയോ പ്രപഞ്ചഗോളങ്ങളുണ്ട് അല്ലേ, അതിലൊന്ന് മാത്രമാണ് ഭൂമി എന്ന് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ, അപ്പൊ അത് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ അടി എന്താ കാണിക്കുന്നത്? മൂന്നാമത്തെ അടി എന്താ ചെയ്തത്? ഇനി എവിടെയാ കാല് വെക്കേണ്ടത്? എനിക്ക് സ്ഥലം കാണിച്ചു തരൂ മഹാബലി എന്ന് പറഞ്ഞപ്പോ വലിയ മഹാബലിയായി ഉയർത്തുന്നതിന് വേണ്ടി വാമനമൂർത്തിയായ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ചോദ്യം ചോദിച്ചപ്പോ ആദ്യം എന്താ പറഞ്ഞത്? സർവം പ്രദാസ്യേ, സർവം ഞാൻ അങ്ങേക്ക് തരാന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, ആകെ ലജ്ജയായി പോയില്ലേ. വലിയ ആരെയും തോൽപ്പിക്കാത്ത ചക്രവർത്തിയ ആ കഴുത്ത് തലയങ്ങോട്ട് കുനിച്ചു. തല കുനിക്കാൻ നമ്മൾ പഠിക്കണം എന്ന പാഠം മൂന്നാമത്തെ അടിയിൽ നിന്ന് മനസ്സിലാക്കുക. ഇതിന് വളരെ ലളിതമായിട്ടൊരു കാര്യം, ഒരു കുട്ടിയെ മടിയിലിരുത്തി ചോറുരുള ഉരുട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ പുറത്ത് പൂത്ത് കായ്ച്ചു നിൽക്കുന്ന മരങ്ങളെ കാണിച്ചു കൊടുക്കുക. അങ്കണ തൈമാവ് കാണിച്ചു കൊടുക്കുക. ആ പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ചില്ലകളൊക്കെ ഉയർന്നു നിൽക്കുക, സമ്പന്നന. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ പൂവൊക്കെ മാങ്ങയുമ്പോൾ അത് താഴ്ന്നു വരുന്നില്ലേ? മാവ് സമ്പന്നനാകുന്ന സമയ ഒരു മാങ്ങയെങ്കിലും മാവ് കഴിക്കുന്നുണ്ടോ? കൊടുക്കാനാണ് പഠിക്കുന്നത് അല്ലേ. നമ്മൾ ത്യജിക്കാൻ പഠിക്കണം, കൊടുക്കാൻ പഠിക്കണം എന്ന് പറയാം. ദാനധർമ്മത്തിന്റെ പ്രസക്തി മാത്രല്ല, തല കുനിയണം ഏത് സമയത്ത്? സമ്പന്നനാകുമ്പോൾ. ഇവിടെ എല്ലാം നേടിയപ്പോ അഹങ്കാരം കൂടല്ലേ മഹാബലിക്ക് ചെയ്തത്. അതുകൊണ്ട് മൂന്നാമത്തെ അടിയിലൂടെ അഹങ്കാരിയായ മഹാബലിയുടെ തല കുനിഞ്ഞതോടുകൂടി സർവ്വ അഹങ്കാരം പോയി. അതോടുകൂടി അദ്ദേഹം ശുദ്ധനായി മാറി. നമ്മുടെ ഈ തലയുടെ ഉള്ളിലാണ് എല്ലാ അപകടങ്ങളും ഇരിക്കുന്നത്, അഹങ്കാരവും ഇരിക്കുന്നത്. ഒന്ന് ഇങ്ങനെ കുനിക്കണമെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ വരണം വേണ്ടേ? അപ്പൊ നമ്മുടെ തല പൊക്കുന്നതിൻ്റെയും താഴ്ത്തുന്നതിൻ്റെയും ഒക്കെ പാടാണ് എന്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, ഈ മൂന്നടിയിൽ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ കഥകൾക്ക് പിറകിലും നമ്മളുടെ ജീവിതത്തിൽ എടുക്കാൻ കഴിയുന്ന സുന്ദരമായ തത്വങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ തത്വങ്ങളെ എടുത്ത് സുന്ദരമായ ജീവിതം നയിച്ചാൽ ഈ തുച്ഛമായ നിസ്സാരമായ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാനാവും. എന്താ ചിലർ പറയാം, അയ്യോ ടീച്ചറെ ഞാൻ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, എനിക്കൊന്നും കിട്ടുമോ? മോക്ഷം. എന്താ മോക്ഷം? മോഹക്ഷയം ആണ് മോക്ഷം. മോഹക്ഷയം എന്ന് പറഞ്ഞാൽ ഒരു 60 ആവുമ്പോഴേക്ക് സർവ്വ ആഗ്രഹങ്ങളും ഇല്ലാതെയിട്ട് പിന്നെ എന്ത് വേണ്ടു? എനിക്കിത്തിരി ലളിതാ സഹസ്രനാമം ചൊല്ലണം, എനിക്കിത്തിരി പ്രഭാഷണം കേൾക്കണം, അമ്പലത്തിൽ പോകണം, നാമം ജപിക്കണം. അതിനുള്ള ഒരു മുടക്കം വരുത്തരുതേ ദുർഗേ എന്നിവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത്ര മാത്രമേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. അതിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉണ്ടായിരിക്കുക. എന്താ നശിക്കാത്തതായിട്ടുള്ള ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. 10 വർഷം മുമ്പ് ഇങ്ങനെയാണോ, ഇപ്പം ഇങ്ങനെയായി, 10 വർഷം കഴിഞ്ഞാൽ അങ്ങനെയാണോ? ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാനൊന്നും കാലുമുട്ട് വേദനിച്ചിട്ട് വയ്ക്കില്ല. ഒരു നിമിഷവും വെറുതെ കളയരുത്. അതാ പറഞ്ഞത് മഹതോ വിനഷ്ടി എന്ന് പറഞ്ഞത്. കാരണം ഉപനിഷത്ത് പറയുന്നത് ദുർലഭോ മാനുഷോ ദേഹോ, ദുർലഭമായി കിട്ടുന്നതാണ് ഈ മനുഷ്യദേഹം. ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. എങ്ങനെയാ? അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാ പറയുന്നത്. ഇനി ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞു പോയപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അറിയാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വിഷയം ചോദിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് അതും കൂടിയും പറയാം. ഇന്ന് നമുക്ക് സദ്യ ഉണ്ടാക്കണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 2.5 മണിക്കൂറൊക്കെ ഇരുന്നങ്ങോട്ട് പറയും. അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല ടീച്ചറെ, ആകെ കൂടെ സംശയങ്ങളല്ലേ. ഒരു കാര്യം, ഒരു പ്രഭാഷണം കേട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ അറിവ് കിട്ടണം. ഇപ്പം എന്തിനാ വിളക്ക് കത്തിക്കണേ മനസ്സിലായില്ലേ? ഇപ്പോൾ ശ്രീലകത്തിക്ക് നോക്കി തൊഴുമ്പോൾ നമ്മൾ ആ ഭഗവതിയെ മാത്രം നോക്കി തൊഴും. അവിടെ എന്തെല്ലാം നടക്കുന്നു എന്ന് മനസ്സിലായില്ലേ? പഞ്ചഭൂതങ്ങളായി കിട്ടിയ ഈ ശരീരം, നമ്മുടെ ശരീരത്തിനുള്ളിൽ ജഡാണ് ശരീരത്തിന് ജീവനില്ല പഞ്ചഭൂതങ്ങൾക്ക്. അതിനുള്ളിൽ ഈ ആത്മാവ് പോകുമ്പോൾ, അപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ ടീച്ചർ ആത്മാവും ജീവനും തമ്മിലൊരു വ്യത്യാസം അല്ലേ? ഒരു സംശയമാണ്. നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മൾ പറയില്ലേ, കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് വരെ അത് ഈശ്വരന് തുല്യ, ചോറ് കൊടുത്താൽ അത് കരയും, ഈശ്വരൻ പോയി എന്ന്. കാരണം കുട്ടിയുടെ ഉള്ളിലുള്ള ആത്മാവിന് അപ്പം നിഷ്കളങ്കത, ഒന്നും അറിയില്ല, അത് ആത്മാവാണ്. പക്ഷെ കുറേശ്ശെ മായയിലേക്ക് കുട്ടി കുറുക്കൊക്കെ വയ്ക്കുമ്പോഴത്തേന് മധുരമൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ കുറേശ്ശെ സുഖങ്ങൾ കൊടുക്കാൻ തുടങ്ങൂലേ? മായാതീതനാണ് ആത്മാവ്. മായൊന്നും ബന്ധമില്ല. ആത്മാവിന് സുഖവും ദുഃഖവും ചൂടും തണുപ്പും വിശപ്പും ദാഹവും ഒന്നുമില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാലേ ഈ ചുക്കുളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, വിശപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. അതൊരനുഭവമാണ്. കാരണം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈശ്വരീയമായ കഥകൾ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സുഖം. പിന്നെ വിശപ്പും ദാഹമൊന്നും ഇല്ല. പക്ഷേ
ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ മായയ്ക്ക് അധീനനാകുമ്പോൾ, മായാധീനനാകുമ്പോൾ അത് ജീവൻ മാത്രമായി മാറുന്നു. ഈ ശരീരത്തിനുള്ളിൽ നിന്ന് ജീവൻ പോകുന്ന സമയത്ത് നമുക്ക് 5 പ്രാണങ്ങൾ, 5 വായുക്കളുണ്ട് അത്ര. ഒരു പ്രാണൻ അങ്ങനെ പോവാതെ ഇവിടെ ഇരിക്കൂത്രേ. അത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കുന്ന ഈ ശരീരത്തിനെ പഞ്ചഭൂതങ്ങൾക്കും നമ്മൾ സമർപ്പിക്കും. അതാണ് ഹൈന്ദവന്റെ ആചാരം. മരിച്ചു കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യാം? നിലത്തിറക്കല്ലേ ചോദിക്കൂലേ? വളരെ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടാൻ തയ്യാറാവും ആത്മീയമായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നിലത്തിറക്കുമ്പോൾ ഭൂമിക്ക് സമർപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഭൂമി, പിന്നെ എടുത്ത് കുളിപ്പിക്കൂലേ? ജലത്തിന് സമർപ്പിച്ചു. നനഞ്ഞ കച്ചയിൽ അല്ലെങ്കിൽ പൊതിയും. 2 ജലം. അത് കഴിഞ്ഞ് ചിതയിൽ വയ്ക്കും, അഗ്നിക്ക് സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ വായു, അഗ്നിയിലിരുന്നത് വായുവായി ആകാശമായി മാറും. ആ സമയത്താണ് അത്ര 5ാമത്തെ ആ ഊർധ്വവായു പോവുക. ആ സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മുടെ ജീവന് അല്ലെങ്കിൽ ആത്മാവിന് എന്താ പ്രാർത്ഥിക്കുക? വായുരൈനമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര, കൃതോ സ്മര കൃതം സ്മര. അതായത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഹേ ഭഗവൻ, ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും ആ ആത്മാവ് പോയി വീണ്ടും എന്തായി വരും? മറ്റൊരു ജന്മം എടുത്തു വരും. ഇനി ജന്മം എടുക്കാതെ ലൈഫ് സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? എല്ലാം ഞാൻ ത്യജിച്ചു. സന്യാസം, നിസിക്കുക, ത്യജിച്ച ഒരു ഭാവത്തോടുകൂടി ഈശ്വര സ്മരണയോടുകൂടി ഘട്വാങ്കൻ ഒറ്റ വിളിയല്ലേ വിളിച്ചുള്ളൂ. ഘട്വാങ്കൻ എന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനും എന്തു വഴി. ഒറ്റ വിളി വിളിച്ചാൽ മതി. അജാമിളൻ വിളിച്ചതുപോലെ അവസാന ശ്വാസം പോകുന്ന സമയത്ത് നാരായണ എന്നങ്ങോട്ട് വിളിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ ആത്മീയമായ ഒരു സംസ്കാരം വേണം. ഇങ്ങനെ ഇവിടെ വന്നിരിക്കണം, ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കണം, ഗ്രന്ഥങ്ങളിലൂടെ പോകണം. എങ്കിൽ മാത്രമേ മനസ്സിലാകൂ. ഇനി ലളിതാ സഹസ്രനാമം അത് പറഞ്ഞു തീർത്തില്ല. ലളിതാ സഹസ്രനാമം നിങ്ങളിവിടെ വന്ന് ജപിക്കാറുണ്ട്. ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ല. അത് ഏത് ഗ്രന്ഥത്തിലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും അറിയില്ല ടീച്ചറെ. ഭജനാവലി ഉണ്ട് ഇവിടെ. ക്ഷേത്ര സംരക്ഷണ സമിതിക്കാർ വന്നപ്പോൾ ഒരു ബുക്ക് തന്നു. ഞങ്ങൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയില്ലേ. ഏത് ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോഴും ഇത് രചിച്ചത് ആരാ, ഇത് ഏത് മഹത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ്. ഈ സഹസ്രനാമത്തിൽ ഒരു നാമങ്ങളും ആവർത്തിച്ച് വരുന്നില്ല. മറ്റുള്ള സഹസ്രനാമങ്ങളിലൊക്കെ ഒരേ നാമം വീണ്ടും വീണ്ടും വരും. പക്ഷേ അർച്ചന ചെയ്യുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്ക് നാമാവലി ചൊല്ലുമ്പോൾ. ഈ ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമങ്ങളും ആവർത്തിച്ച് വരുന്നില്ല. ദേവിയുടെ പ്രീതി കിട്ടാൻ ഇതിലും വലിയ വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട. കാരണം ശ്രീ ലളിതാ പരമേശ്വരി വാഗ്ദേവിമാരായ 8 പേരോട് രചിക്കാൻ പറഞ്ഞു എന്നാ പറയുന്നത്. അതിലും അപ്പുറം ശ്രീ ലളിതാ പരമേശ്വരി നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച് ഇത് തരുന്നതിന് ഹയഗ്രീവനായി വിഷ്ണു അവതരിച്ചു. കുതിരയുടെ തലയുള്ള ഹയഗ്രീവൻ. ആ വിഷ്ണുവിൻ്റെ ഹയഗ്രീവൻ എന്ന അവതാര സമയത്ത് അഗസ്ത്യമുനിയുമായി ചർച്ച നടത്തുമ്പോൾ ആ സംഭാഷണത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമം. ദേവിയെ കേശാദിപാദം വർണ്ണിക്കുന്നത് പോലെയാണ് അത് രചിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്നും ലളിതാ സഹസ്രനാമം ഒന്നും ആവണ്ട. ഇനിയിപ്പോൾ കന്നിമാസം വരുമല്ലേ, ഇവിടെ പൂജ വെപ്പൊക്കെ ഇല്ലേ, ആ ദേവി മഹാത്മ്യങ്ങൾ വാങ്ങിക്കോളൂ. നിങ്ങൾ ഇവിടെ നിന്ന് ചൊല്ലിയില്ലേ ആദ്യം പ്രാർത്ഥന, അതേതിലുള്ളതാ? ദേവി മഹാത്മ്യത്തിലുള്ളതാ. അതങ്ങനെ സുഖമായിട്ട് നിങ്ങൾ ചൊല്ലി. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമെന്ന്. നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. എന്തേ വേണ്ടൂ? ആഗ്രഹം ഉണ്ടാവുക. ആഗ്രഹിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നമ്മൾ ഉറച്ചാഗ്രഹിക്കുക, ഉറച്ച് ഭജിക്കുകയാണെങ്കിൽ ഭഗവാൻ ആ വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല. കരോഷി, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ദദാസി, നിങ്ങൾ എന്താണോ ദാനം കൊടുക്കുന്നത്, തത് കുരുഷ്വമതർപ്പണം ന, എല്ലാം എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്തോളൂ, എല്ലാം സഫലമാകും എന്നാണ് ശ്രീ ഭഗവതി ഗ്രന്ഥങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എല്ലാവരും എന്താ പറയാന്നോ, നിനക്ക് സ്വർഗം കിട്ടും, അത് ചെയ്തോ. ഹൈന്ദവൻ മാത്രമാണ് സ്വർഗത്ത് പോകാൻ വേണ്ടി ഒന്നും ചെയ്യാത്തത്. നമ്മുടെ കുട്ടികളോട് നമ്മൾ പൊതുവേ അത് പറയാറില്ല. നരകവർണ്ണനയും സ്വർഗവർണ്ണനയും ഒക്കെ കാണാൻ ഗ്രന്ഥങ്ങളിൽ. കാരണം ഒരു കർമ്മക്ഷേത്രത്തിലാണ് നമ്മളെല്ലാം. കർമ്മകാണ്ടാണ് ഇത് ചെയ്ത് ആടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മം സുഗമമാണെങ്കിൽ അതെന്താ? സ്വർഗ എന്നാണ്.
യത് ഭാവയതി. നമ്മൾ അങ്ങനെ ഭാവിക്കുകയാണ്, എനിക്കിത് സ്വർഗമാണ് എങ്കിലത് സ്വർഗം തന്നെ. അത് സുഗതി എത്ര ഭവതി തത് ഏവ സ്വർഗ എന്നാ പറയുക. അതായത് നമുക്ക് സുഗമമായ ജോലി, ഇപ്പം ക്ഷേത്രത്തിലെ തന്നെ ജോലി കിട്ടി, ഇതിനും വലിയൊരു പുണ്യം വേറെണ്ടോ? ഇല്ല. അതുകൊണ്ട് അവനവന് കിട്ടിയ, പലർക്കും ഒരു കോംപ്ലക്സ് ആവും, എനിക്ക് ഇത്ര ചെറിയ ജോലിയല്ലേ, എനിക്ക് അങ്ങനെ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ, അതൊന്നും വേണ്ട. അപ്പോൾ 10-27 മാതൃസമിതിക്കാരുണ്ട് പറഞ്ഞില്ലേ, എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്നുകൊണ്ട് മെച്ചമുള്ളവരാ. 5 പേരിലും ഒരു വലിപ്പാണോ? അല്ലല്ലോ. അപ്പം നമുക്ക് കഴിയുന്ന ഒരു കഴിവുണ്ടാവും. അത് ചിലപ്പോൾ കീർത്തനം ചൊല്ലാനാവില്ല, വേറെന്തെങ്കിലും കാര്യത്തിലാവും. ചിലപ്പോൾ ഇവിടെ പൂരമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കേമായിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തും. ഈ നാമം നന്നായി ചൊല്ലുന്ന ആളുടെക്കാൾ സൂപ്പറായിട്ട് പുഷ്പം നന്നാക്കാൻ ആ സ്ത്രീക്ക് കഴിയുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടിയതിനെല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ഭഗവാൻ തന്ന പ്രസാദ, എനിക്ക് ഈ കിട്ടിയ ജന്മം തന്നെ മഹത്തരം എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോവുക. ഇന്നുള്ളതിനേക്കാൾ ഭക്തി നാളെ. ഭാഗവതം എങ്ങനെ അവസാനിപ്പിക്കുന്നത്? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷു ദേവേശ നാദസ്തും നോ യദ പ്രഭു നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഹേ കൃഷ്ണ, ഇന്നുള്ളതിനേക്കാൾ ഭക്തി എനിക്ക് നാളെ, നാളെ ഉള്ളതിനേക്കാൾ ഭക്തി അടുത്ത ആഴ്ച, അടുത്ത ആഴ്ച ഉള്ളതിനേക്കാൾ ഭക്തി അടുത്ത മാസം, ഈ വർഷം ഉള്ളതിനേക്കാൾ ഭക്തി അടുത്ത വർഷം ഉണ്ടാക്കി തരേണമേ. വേറൊന്നും വേണ്ട. ആരാ ഭക്തൻ? ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. എന്താ ഇത് എന്ന് അറിയാൻ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടീച്ചറുടെ ചാനൽ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണ്, നേരിട്ടൊന്ന് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായില്ലോ. എന്താ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കണേ? ഭക്തലക്ഷണം എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. നിങ്ങളെന്താ വീണ്ടും വീണ്ടും അത് കാണാൻ? വേറെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ഉണ്ട് ഇല്ലേ? എന്നിട്ടും കൈ എന്തേ ഇതിലേക്ക് പോയി? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ മേഖലയിലേക്ക് കയറാൻ പറ്റൂ. ആത്മീയ മേഖലയിൽ കയറി ഒരു ഗ്രന്ഥം നമ്മുടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇനി ഒന്നും വേണ്ട. ഇനി ഏത് മക്കൾ ഉപേക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഈ കപ്പളയങ്ങാട്ട് ഭഗവതി ഉണ്ട്, അത് മതി. ഇവിടെ വന്നിരുന്ന് നാമം ചൊല്ലിയാൽ മാത്രം മതി. അതിനായുസ്സും ആരോഗ്യവും തരേണമേ എന്ന് പ്രാർത്ഥിക്കും. നാരായണി എങ്ങനെ സമർപ്പിച്ച്? അജ്ഞാത്വാദേ മഹത്വം. ഇവിടെ ഇല്ല അല്ലേ നാരായണീക്കാർ? ഇനി നിങ്ങൾ നാരായണിയൊക്കെ തുടങ്ങൂലേ? ലളിതാ സഹസ്രനാമം ആഴ്ചയ്ക്ക് 2 ദിവസം എന്ന് പറഞ്ഞില്ലേ, മാസത്തിൽ 1 ദിവസം നാരായണിയൊക്കെ തുടങ്ങുക. ഇങ്ങനെ പറയുന്നത്, എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ശ്ലോകം ചൊല്ലിയാൽ കുറേ സമയവും 10 ചെയ്യുക. അതുകൊണ്ടാട്ടോ അതൊക്കെ ചൊല്ലി കേൾക്കാൻ വല്ലാത്തൊരു സുഖം. ഇനി ഒന്നും പഠിച്ചില്ലെങ്കിലും ആദ്യത്തെ അവസാനത്തെ ദശകെങ്കിലും വായിക്കുക. ഗുരുവായൂർ പോകുമ്പോൾ വാങ്ങിക്കോളൂ വനമാലയുടെ വ്യാഖ്യാനം, ദേവസ്വം ബോർഡിൻ്റെ ബുക്ക്, 150 രൂപയുള്ള ഒരു ഭാഗവതത്തിൻ്റെ അത്രയുണ്ട്. എല്ലാം ഒന്ന് രുചിച്ചറിയുക. അപ്പം ലളിതാ സഹസ്രനാമം രുചിച്ചില്ലേ, ജ്ഞാനപ്പാനയിൽ തുടങ്ങുക, ഹരിനാമ കീർത്തനം വായിക്കുക, രാമായണ എഴുത്തച്ഛൻ്റെ വായിക്കുക, ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക, നാരായണീയം വായിക്കുക, സഹസ്രനാമങ്ങൾ വായിക്കുക. അത്ര വായിച്ചാൽ മതി. അതും കഴിഞ്ഞാൽ വേദാണ്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. ചൊല്ലി കുറച്ച് സൂക്തങ്ങളൊക്കെ ഇവിടെ ഭാഗ്യസൂക്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നില്ലേ, അതിലൊക്കെ വരികൾ എന്താണെന്ന് നമ്മൾ അറിയണം. ഒരു തവണ അതിലൂടെയൊക്കെ ഒന്നും കൂടി പോയ ഒരു ഗംഗയിൽ കുളിച്ച് കയറിയ ഒരു സുഖം കിട്ടും. ഗീതയൊക്കെ ഇങ്ങോട്ട് വായിക്കുന്നത് തന്നെ ഗംഗയിൽ കുളിച്ചതിന് തുല്യാന്നാ. അത് കഴിഞ്ഞിട്ട് അവസാനം രുദ്രം, ഓം നമോ ഭഗവതേ രുദ്രായ എന്നും പറഞ്ഞാൽ സ്വരിച്ച് ശിവരാത്രി വന്നിരുന്നിട്ട് ശരിക്കും ഈ ഭദ്രകാളി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് ആരാ? നീല കളറല്ലേ? അത് ആരാന്നറിയോ? സാക്ഷാൽ പരമശിവനാ. അതുകൊണ്ട് മഹാദേവൻ്റെ ശ്രീ ദുർഗയുടെ ഭദ്രകാളിയുടെ മുന്നിൽ ഞാൻ ഈ യജ്ഞം സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? യജ്ഞം സമർപ്പിക്കട്ടെ. ഹൈന്ദവൻ മാത്രമാണ് ഏതൊരു യജ്ഞം ചെയ്താലും, കാരണം പണ്ടുള്ള കൃതം ത്രേതം ദ്വാപരം ആ യുഗങ്ങളിലൊക്കെ നമ്മളെ ഈ വലിയ വലിയ യാഗങ്ങൾ, തപസ്സുകൾ, ഹോമങ്ങളൊക്കെ ചെയ്യും. അതിന് പകരമാണത്ര ഈ ജ്ഞാനയജ്ഞം ഇപ്പം നടത്തുന്ന പ്രഭാഷണം. യജ്ഞം സമർപ്പിക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നത് ഹൈന്ദവൻ മാത്രമാണ്. എത്ര വിശാല മനസ്കരാ ഹൈന്ദവരെന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ജീവിക്കാൻ കഴിയട്ടെ. മാതൃസമിതി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. കമ്മിറ്റിയുടെ വലിയൊരാഗ്രഹമായ ആ കേസ് തള്ളിപ്പോട്ടെ എന്ന് ഈ യജ്ഞത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ നാരായണ. ഓം
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.